നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നമുക്ക് സജീവമായ ഒരു വാർത്താ പ്രഭാതം തന്നെയാണ് പതിവ് പോലെ ഇന്നും. എന്തായാലും ആദ്യം തലക്കെട്ടുകൾ നോക്കാം. മാസപ്പടി ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ SFIO സാക്ഷികളെ ചോദ്യം ചെയ്യാൻ EDയും പ്രതികളായ വീണ വിജയനും ശശിധരൻ കർത്തയ്ക്കും ED സമൻസ് ഉടൻ. നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട ലഹരിക്കേസിൽ മെഡിക്കൽ പരിശോധന പോലും നടത്തിയില്ലെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികൾ ഉപയോഗിച്ചത് മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ. പിടിയിലായ മുഖ്യപ്രതി സുൽത്താൻ അക്ബർ അലിക്ക് 5-ലധികം മൊബൈൽ ഫോണുകൾ. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുമായി ഇന്ന് ചർച്ച. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വിളിച്ച യോഗത്തിൽ ഹാർബർ വികസന സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും പങ്കെടുക്കും. യോഗം തിരുവനന്തപുരം കളക്ടറേറ്റ് ഓഫീസിൽ വൈകിട്ട് 3-ന്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട്. പ്രതിഷേധം നിലപാടിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യം നിലനിൽക്കെ തമിഴ്നാട്ടിലെ വെല്ലൂരിൽ 150 കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണെന്ന അവകാശവാദവുമായി വഖഫ് ബോർഡ്. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് KM എബ്രഹാം. അഴിമതി ആരോപണം ഉന്നയിച്ച പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ ഗൂഢാലോചന നടത്തിയെന്നും IPS ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കത്ത്. ആരോപണം തള്ളി ജോമോൻ. സമാധാനമില്ലാതെ പശ്ചിമേഷ്യ. വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് വീണ്ടും തള്ളി. ഇസ്രായേൽ മുന്നോട്ട് വെച്ച 6 ആഴ്ചത്തെ സമ്പൂർണ്ണ നിരായുധീകരണ വ്യവസ്ഥ. ശബരിമല സന്നിധാനത്തെ വാർത്തകളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. ദർശനത്തിനെത്തുന്ന അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലായി വർധനവുണ്ട്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി 18-ാം തീയതി രാത്രി 10 മണിക്ക് നടയടയ്ക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സ്വാമി ശരണം. സന്നിധാനത്ത് തിരക്ക് എപ്രകാരമാണ്? ഇനിയിപ്പോൾ 2 ദിവസം മാത്രമല്ലേ നടയടയ്ക്കാൻ അവശേഷിക്കുന്നുള്ളൂ? മേടമാസ പൂജകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോഴും അന്യ സംസ്ഥാനത്തു നിന്ന് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. ആരോഹിണി, സ്വാമി ശരണം. 10-ാം തീയതിക്ക് ശേഷം തിരക്ക് വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സന്നിധാനമുള്ളത്. വിവിധ മേഖലകളിലെല്ലാം ഭക്തജന തിരക്കാണ്. 23,382 ഭക്തജനങ്ങളാണ് നിലവിൽ ലഭ്യമായ കണക്ക് പ്രകാരം ഇന്നലെ ദർശനം നടത്തിയത്. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ശതമാനം ഭക്തജനങ്ങളുടെ കണക്ക് കൂടി ചേർക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ 10-ാം തീയതിക്ക് ശേഷം കൂടുതലായി എത്തുന്നുണ്ട്. 10-ാം തീയതിക്ക് മുൻപ് മലയാളികളായിരുന്നു കൂടുതലായി എത്തിയെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളുടെ വലിയ വർധനവുണ്ട്. മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം കൂടുതലായി എത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ 7:30 ഉഷപൂജ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. 6:30 ദീപാരാധന, 7 മണിക്ക് പടിപൂജയുണ്ട്. 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. ഇനി 2 ദിവസം മാത്രമാണ് മേടമാസ പൂജകൾക്ക് ഉള്ളത്. 18 ദിവസത്തെ ഒരു മിനി തീർത്ഥാടന കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദർശന സൗകര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ദിവസങ്ങളാണ്. ഇതിൽ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇനി വലിയ ഭക്തജന തിരക്ക്, പ്രത്യേകിച്ച് അവധിയൊക്കെ ആയതുകൊണ്ട് മലയാളികളടക്കം കൂടുതലായി എത്തും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. 18-ാം തീയതി രാത്രി 10 മണിക്കാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുക. 18-ാം പടി കയറി വരുന്ന ഭക്തജനങ്ങളെ നമുക്കിപ്പോൾ കാണാം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത് അതുപോലെ തന്നെ 80 ഭക്തജനങ്ങളിലധികം മിനിറ്റിൽ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. ഘട്ടം ഘട്ടമായിട്ട്
നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിടുകയും തുടർന്ന് ഫ്ലൈ ഓവർ ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി ഘട്ടഘട്ടമായി പറഞ്ഞുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തിരക്ക് സന്നിധാനത്ത് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. വിഷുവിന് വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. 1,00,000-ലധികം ഭക്തജനങ്ങൾ വിഷുദിനത്തിൽ എത്തി. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ ദിവസങ്ങളിലെല്ലാം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും പ്രത്യേകിച്ച് അവധിയൊക്കെ ആയതുകൊണ്ട് കൂടുതലായി എത്തുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിന്റെ പ്രശസ്ത ഛായാഗ്രഹകൻ അഴകപ്പൻ സാർ ദർശനം കഴിഞ്ഞ് ഇവിടെയുണ്ട്. സാർ നമസ്കാരം. സാറിനെ കാണുമ്പോൾ ഒരുപടി നല്ല സിനിമകളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. നന്ദനവും മനസ്സിനക്കരയും ചാന്തുപോട്ടും ഒക്കെ. ദർശനം എങ്ങനെയുണ്ടായിരുന്നു? ദർശനം നന്നായിട്ട് നടന്ന് നല്ല വേറെ ഭാഗ്യമെന്ന് പറയാം. ഇങ്ങനെ ഒരു വന്ന ഉടനെ തന്നെ ഒരു 4-5 പ്രാവശ്യം തൊഴാൻ പറ്റി. ഇത് നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരുമിച്ച് വന്നതാണ്. ഇന്നലെ ഒരു ഭാഗ്യ ദിവസമാണ്. ഒരു സ്വാമി ഭക്തനാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നേരത്തെ നിരവധി തവണ വന്നിട്ടുണ്ടോ സന്നിധാനം? ഞാൻ ഇപ്പം വന്നിട്ട് ഒരു 7-8 വർഷമായി, ഗ്യാപ്പായി. പക്ഷേ ഇവിടെ വരുന്ന ഒരു അനുഗ്രഹമല്ലേ, അതൊരു പറഞ്ഞ പോലെ ദൈവം വിളിക്കണമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം കറക്റ്റായിട്ട് എനിക്ക് നിമിത്തമുണ്ടായി. അപ്പം അവിടെ നിന്ന് വിളിച്ച് തോന്നുമ്പോൾ അയ്യപ്പ സമയം കാണാൻ തോന്നുമ്പോൾ ഇങ്ങനെ പോരുവാണല്ലേ? അതെ അതെ. അത് ഞങ്ങൾ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് കുട്ടികളുണ്ട്, കുട്ടികളെല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് അവർക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. കന്നിമലയാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഐശ്വര്യം ഉണ്ടായി ഇന്നലെ. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മലകയറ്റം ഇന്നലെ എനിക്ക് എന്താണ് എനർജി ഉണ്ടായി. ഞാൻ ആദ്യം വിചാരിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. എവിടെയോർന്ന് ശക്തി കിട്ടിയതുപോലെ തന്നെ ഞാൻ സ്മൂത്തായിട്ട് കയറി. തിരക്ക് എങ്ങനെയുണ്ടായിരുന്നു? താഴേക്ക് തിരക്ക് മറ്റയ്യപ്പന്മാരോടൊക്കെ തിരക്കൊക്കെ? തിരക്ക് ഞാൻ വിചാരിച്ചു തിരക്ക് ഇല്ലെന്ന്. പക്ഷെ അകത്ത് വന്നപ്പം തിരക്ക് എന്നും ഉണ്ടാവുന്ന തിരക്ക് തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാവരും ഡിസിപ്ലിനായിട്ട് പോകുന്നതുകൊണ്ട് വളരെ മനോഹരമായിട്ടുണ്ട്. തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണ്. എത്ര ദൂരം വന്ന് നല്ല ദർശനം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മല ഇറക്കാം അല്ലേ? താങ്ക് യു വെരി മച്ച്. ഓക്കെ. കന്നി അയ്യപ്പൻ അദ്ദേഹത്തിനോടൊപ്പം അഴകപ്പൻ സാറിനോടൊപ്പം ഉണ്ടായിരുന്നു. ഹാപ്പിയാണോ അയ്യപ്പ സ്വാമി ആദ്യമായിട്ട് കണ്ടത്? ഹാപ്പിയാ? മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ്. ഹാപ്പിയാ? ഹാപ്പിയാ. മലകയറ്റമൊക്കെ സുഖമായിരുന്നോ? സുഖം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സന്തോഷ നിർവൃത്തിയോട് കൂടിയാണ് പല ഭക്തജനങ്ങളും മലയിറങ്ങി പോകുന്നത്. നമുക്കിപ്പോൾ ഫ്ലൈ ഓവറിലും എല്ലാം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ധാരാളം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗങ്ങളിൽ മാത്രമല്ല, പാഴ നടപ്പന്തലിനോട് ചേർന്ന ഭാഗങ്ങളിലായാലും അന്നദാന കൗണ്ടറിന് മുൻവശത്തുള്ള ഭാഗങ്ങളിലായാലും മറ്റ് ഭാഗങ്ങളിൽ മാളികപ്പുറത്തിന് സമീപത്തുള്ള ഭാഗങ്ങളിലുമെല്ലാം വലിയ ഭക്തജന സഞ്ചയം തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ദർശനമൊക്കെ? ദർശനം വളരെ സുഖകരമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരിക്കലും ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. വന്നപ്പോഴത്തേക്കും തിരക്ക് കണ്ടപ്പോൾ തൊഴാൻ പറ്റുന്നതന്നെ ആദ്യം ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ അയ്യപ്പൻ്റെ കാരണം കൊണ്ട് തൊഴാനും പറ്റി. ശരിക്കും സന്തോഷം തന്നെയാണ്. നല്ലൊരു ദർശനം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അതെ അതെ അതെ. ഇതെൻ്റെ 41ാമത്തെ വർഷവും കൂടെയാണ്. 41 തവണയായി. അതെ അതെ. വലിയൊരു സന്തോഷം. 41 സന്തോഷമാണ്. അതെ അതെ അതെ. മറ്റു ഭാഗങ്ങളിലെല്ലാം വലിയ തിരക്ക്. അത് സന്നിധാനത്തോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്ക്. ഒപ്പം മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവധിയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞ് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും എല്ലാം സന്നിധാനത്തേക്ക് കൂടുതലായി ഈ ദിവസങ്ങളിൽ 10-ാം തീയതിക്ക് ശേഷം എത്തുന്നു എന്നുള്ള പ്രത്യേകത. സ്വാമി ശരണം. എവിടുന്നാ വരുന്നേ? എവിടുന്നാ വരുന്നേ? ട്രിവാൻഡ്രം. ദർശനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അയ്യപ്പ സ്വാമിയെ കണ്ടോ? ഹാപ്പിയാ? നല്ല ഹാപ്പിയാ. നല്ല ഹാപ്പിയാ. മലകയറ്റമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? താഴ്ന്നു നൈസായിരുന്നു. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് അയ്യപ്പ ഭഗവാനെ കണ്ടതിന്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുക അല്ലേ? ദർശനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. സുഖമായിട്ട് കയറാൻ പറ്റും? സുഖമായിട്ട് കയറി. ഇനിയും വരണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ആദ്യമായിട്ടാണോ അതോ? ആദ്യമായിട്ടാണ്. ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇനിയും വരണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഒരു തവണ അയ്യപ്പ സ്വാമി കണ്ടു, ഇനിയും വരും വർഷങ്ങളിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മല ഇറക്കുക. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞ് ഭക്തജനങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ സമാനമായി തന്നെ ഭക്തജനങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. നേരത്തെ മീനമാസ പൂജ സമയത്ത് നേരിട്ടുള്ള ദർശന ക്രമീകരണം നടത്തിയിരുന്നുവെങ്കിലും ഈ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ ഫ്ലൈ ഓവർ ഉപയോഗിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവർ മുഖേനയാണ് ഇപ്പോൾ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. 10-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ 10-ാം തീയതി വരെ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ദർശനം സാധ്യമായെങ്കിൽ ഇപ്പോൾ ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഭക്തജന
ഭക്തജനങ്ങളെയെല്ലാം ദർശനം ക്രമീകരിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും അന്യസംസ്ഥാന ഭക്തജനങ്ങളാകും. 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 8 പേരും ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ 2 ദിവസം അവധിയൊക്കെ ആയതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം മലയാളികൾ സന്നിധാനത്തേക്ക് ദർശനത്തിന് വേണ്ടി എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. ഭക്തജന സഞ്ചയമാണ് എങ്ങും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേതുപോലെ തന്നെ ദർശനം പൂർത്തിയാക്കിയ ഭക്തജനങ്ങളും വിവിധ ഭാഗങ്ങളിലായി സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിക്കുന്നു. മലയിറങ്ങുന്ന ഭക്തജനങ്ങളുടെ തിരക്ക്, അങ്ങനെ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പോലെ തന്നെ ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന, ഓർപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ 2 ദിവസമായി, കഴിഞ്ഞ 10-ാം തീയതിക്ക് ശേഷവും കഴിഞ്ഞ 2 ദിവസവുമായി വലിയ രീതിയിൽ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 18-ാം തീയതി 18 ദിവസത്തെ പൂജകൾ, 18 ദിവസം നട തുറന്നിരിക്കുന്ന ആ ദർശനകാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 18-ാം തീയതി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഒരു മിനി തീർത്ഥാടന കാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന 18 ദിവസങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. തിരുവുത്സവത്തിന്റെയും ഒപ്പം വിഷുവിന്റെയും എല്ലാം ചൈതന്യത്തിലായിരുന്നു ശബരിമല സന്നിധാനം. വിഷു ദർശനവും ഒക്കെ നടത്തി നിർവൃതി നേടിയാണ് ഈ ദിവസങ്ങളിലെല്ലാം ഭക്തജനങ്ങളുടെ മടക്കം. പ്രധാനപ്പെട്ട ചടങ്ങുകൾ, വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ നടന്ന ദിവസമാണ്. ഈ ദിവസങ്ങളിൽ എത്തിയ ഭക്തജനങ്ങളെല്ലാം ആ വിശിഷ്ടമായ ചടങ്ങുകൾ ദർശിക്കുമ്പോഴെല്ലാം ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചകളായിരുന്നു സന്നിധാനത്തേക്ക് നിന്നും കണ്ടത്. ശരണം വിളികളാൽ, ശരണം മന്ത്രമുഖരിതമായി ഭക്തജനങ്ങൾ പടിപൂജയും മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം ദർശിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്താണെന്ന് അതിന്റെ വാക്കുകൾക്ക് അതീതമായി നേരിട്ട് കാണാൻ സാധിച്ച ദിവസങ്ങളായിരുന്നു ഈ 18 ദിവസങ്ങൾ. രോഹിണി. ശരി മിഥുൻ, മേടമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. ദർശനം സുഗമമായി തന്നെ നടക്കുന്നു എന്നാണ് പല ഭക്തജനങ്ങളും നമ്മളോട് അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള വർധനമുണ്ടായിട്ടുണ്ട്. മേടമാസ പൂജകൾ പൂർത്തിയാക്കി 18-ാം തീയതി രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുന്നത്. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ സന്നിധാനത്ത് നിന്നും നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി 73 ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക? ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള ഹർജികളോടൊപ്പം തന്നെ ഈ നിയമം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ഹർജികൾ കൂടി ഉണ്ടല്ലോ. അത് രണ്ടും, അത്തരത്തിലുള്ള 2 സ്വഭാവത്തിലുമുള്ള ഹർജികളും ഇന്ന് തന്നെ ആയിരിക്കുമോ പരിഗണിക്കുക? രോഹിണി, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് ഈ കേസ് എടുക്കുന്നത്. ഏതാണ്ട് 73 ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത് കൂടാതെയാണ് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഹർജികൾ കൂടി വന്നത്. പ്രധാനമായും അത് ഏതാണ്ട് 6 സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ഹരിയാന എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങൾ നിലവിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ 1995 കോൺഗ്രസ് കൊണ്ടുവന്ന ഭേദഗതിയെ എതിർത്തുകൊണ്ടുള്ള 2 ഹർജികൾ വേറെയുണ്ട്. അത് ഹിന്ദു സംഘടനകളാണ് അത്തരം ഹർജി നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെയാണ് ഈ 73 ഹർജികൾ ഇതിനെ എതിർത്തുകൊണ്ട് വിവിധ മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കന്മാരും നൽകിയിട്ടുള്ള ഹർജികൾ ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ നിർണായകമായ വിഷയം സുപ്രീം കോടതി എടുക്കാൻ പോകുന്നു. മുസ്ലിം വഖഫ് ബോർഡും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതപരമായ അവകാശങ്ങൾക്ക് മേലുള്ള, മുസ്ലിങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ല്. അതിനാൽ ഇത് റദ്ദാക്കണം എന്നതാണ് പ്രധാനമായും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ഹർജി നൽകിയിട്ടുള്ള മുസ്ലിം സംഘടനകളുടെയും വഖഫ് ബോർഡിൻ്റെയും എല്ലാം ആവശ്യം. എന്നാൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളാകട്ടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിയമം അനിവാര്യമാണ്. കാരണം വഖഫിൻ്റെ പേരിൽ വ്യാപകമായ ഭൂമി കുംഭകോണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം സമൂഹത്തിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ
കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ നിയമം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലിരിക്കുന്ന 6 സംസ്ഥാനങ്ങൾ നിലവിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് കൈക്കൊള്ളുമെന്നത് നിർണായകമാണ്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുമൊക്കെ ഹർജികൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഹർജിയെല്ലാം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. കാരണം രാജ്യത്തെ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയിരിക്കുന്ന ബില്ലുകളാണ് നിലവിൽ നിയമമായിരിക്കുന്നത്. രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്യുന്ന ശൈലി പൊതുവെ സുപ്രീം കോടതിക്ക് ഇല്ല എന്നതാണ് അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്ന ശൈലി. അതിനാൽ തന്നെ വഖഫ് ഭേദഗതി നിയമത്തെയും ഒരുപക്ഷെ റദ്ദാക്കുന്ന രീതിയിലൊന്നുമുള്ള ഒരു നടപടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉള്ളതായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ ഈ ഹർജി ആദ്യമായി പരിഗണിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്ത് തരത്തിലുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രോഹിണി. ശരി ഗൗതം, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ഭേദഗതി നിയമത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട്. വിഷയത്തിലെ രാഹുൽ പ്രിയങ്ക നിലപാടിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യം നിലനിൽക്കെയാണ് മുസ്ലിം ലീഗിന്റെ റാലി. നിലവിൽ രാഹുൽ പ്രിയങ്ക എന്നിവർക്കെതിരെ പരസ്യ പ്രതികരണങ്ങളൊന്നും വേണ്ടെന്നാണ് ലീഗിലെ ധാരണ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വഖഫ് ഭേദഗതി നിയമത്തിലെ വെറും രാഷ്ട്രീയ മുതലെടുപ്പിനായി മാത്രമാണ് മുസ്ലിം ലീഗ് ഇന്ന് മഹാറാലി കോഴിക്കോട് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാം. ഏകദേശം 1 ലക്ഷത്തിലധികം പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം. പക്ഷേ അതോടൊപ്പം തന്നെ ലീഗ് കോൺഗ്രസ് അസ്വാരസ്യവും ഈ വിഷയത്തിന്മേൽ തുടരുന്നുണ്ട്. അതൊന്നും പരസ്യമായി പ്രകടിപ്പിക്കാതെയാണ് ഇപ്പോൾ ലീഗ് മഹാറാലി സംഘടിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി, വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ബീച്ചിൽ വെച്ച് ഏകദേശം ഇന്നലെ നടത്തിയ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2 ലക്ഷം പേരെ തങ്ങൾ ഇന്ന് ബീച്ചിൽ അണിനിരത്തും. അത് തങ്ങളുടെ ഒരു ശക്തി പ്രകടനം കൂടിയാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി മുസ്ലിം ലീഗ് നേതൃത്വം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് 3 മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തുള്ള ഈ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള ആളുകളെ ഈ കോഴിക്കോട് ബീച്ചിൽ അണിനിരത്താനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. അതായത് ഈ വഖഫ് വിഷയത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം. മാത്രമല്ല, ഈ വഖഫ് വിഷയത്തിൽ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും എടുത്ത നിലപാട്, ആ നിലപാടിൽ ലീഗിനകത്ത് തന്നെ വലിയ എതിർപ്പുണ്ട്. പക്ഷെ അത് പരസ്യമായി ഈ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തയ്യാറല്ല. ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന് കൂടിയാണ് ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ഭേദഗതി വിഷയത്തിൽ കൃത്യമായി തന്നെ ഇത് മുസ്ലിം ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതല്ല എന്ന് കൃത്യമായി തന്നെ എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, അറിയാവുന്നതുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, അത് തന്നെയാണ് ലീഗിന്റെ ലക്ഷ്യം. മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഈ കോൺഗ്രസ് എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ഈ വഖഫ് ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റാലി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ അതിനൊരു പടി മുന്നേ ഈ ലീഗ് തങ്ങളുടെ ശക്തി പ്രകടനം തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രകടനമായിരിക്കും ഇന്ന് ബീച്ചിൽ ഉണ്ടാവുക എന്നതാണ്. എന്തായാലും ഇന്ന് 3 മണിക്കാണ് ഈ പരിപാടി ഉണ്ടാവുക. ആ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ ഉയർന്ന മുദ്രാവാക്യങ്ങൾ, ഉയർന്ന പ്ലക്കാർഡുകൾ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. യഹിയ സിൻഹ അടക്കമുള്ള തീവ്രവാദികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ചിത്രം ഉയർത്തിക്കൊണ്ടുള്ള പ്ലക്കാർഡുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്ന ഈ റാലിയിൽ ഉണ്ടാകുമോ എന്ന് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇത്തരത്തിൽ നടത്തിയൊരു പ്രതിഷേധ റാലി ഉണ്ടായിരുന്നു. ആ റാലിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മുദ്രാവാക്യം ഈ വഖഫ് ഭേദഗതി ബില്ല് അറബിക്കടൽ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം ലീഗിന്റെ റാലി നടക്കുന്നുണ്ട്. എന്തായാലും റാലി നടന്നതിന് ശേഷം നമുക്ക് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. രോഹിണി. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ 150 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണെന്ന അവകാശവാദവുമായി വഖഫ് ബോർഡ്.
ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും അല്ലാത്തപക്ഷം പ്രത്യേക വാടക നൽകണമെന്നും ചൂണ്ടിക്കാട്ടി ഗ്രാമവാസികൾക്ക് നോട്ടീസ് നൽകി. നോട്ടീസ് ലഭിച്ച ഗ്രാമവാസികൾ വഖഫ് ബോർഡിന് വാടക നൽകണമെന്ന് കോൺഗ്രസ് MLA JMH ഹസൻ മൗലാനയും ആവശ്യപ്പെട്ടു. വെല്ലൂർ ജില്ലയിലുള്ള കാട്ടുകൊള്ളൈ ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണെന്ന് കാട്ടി തമിഴ്നാട് വഖഫ് ബോർഡ് 150 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. സമീപത്തെ മുസ്ലിം പള്ളിയുടെ അധികാരത്തിൽ വരുന്നതാണ് ഭൂമിയെന്നും താമസക്കാർ സ്ഥലത്തിന് പ്രത്യേക വാടക നൽകണമെന്നും ഉടനുള്ള നടപടികൾ ഒഴിവാക്കാൻ വഖഫ് ബോർഡുമായി ബന്ധപ്പെടണമെന്നും കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. 1954 മുതൽ കാട്ടുകൊള്ളൈ ഗ്രാമം മുഴുവൻ വഖഫ് ഭൂമിയാണെന്നും അതിന്റെ രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നുമാണ് വഖഫ് ബോർഡിന്റെ വാദം. രേഖകൾ പ്രകാരം നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും ഗ്രാമവാസികൾക്ക് നൽകിയ നോട്ടീസിൽ ഭീഷണിയുണ്ട്. Year 1954 itself, that is from the government of Tamil Nadu Gazette, it has been mentioned that the mentioned property that is belongs to our Waqf. So, and also even from the Waqf board, they have given us a performer report. In that they have mentioned clearly that some of the properties that belongs to our Waqf, and that is why we are claiming that actually they themselves know that it is belongs to our masjid property, and even we spoke with those peoples, and they know that it belongs to our that is our masjid property. അതേസമയം തലമുറകളായി തങ്ങൾ ജീവിക്കുന്ന മണ്ണാണെന്നും സർക്കാരിന് കൃത്യമായി കരം നൽകി വരുന്ന ഭൂമിക്ക് മേലാണ് വഖഫ് ബോർഡിന്റെ അവകാശവാദമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. കേന്ദ്രം പാസാക്കിയ വഖഫ് നിയമത്തിന്റെ ഉദ്ദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതായി വനീതി ശ്രീനിവാസൻ MLA വ്യക്തമാക്കി. There were several instances of that nature all over the state and all over India also. That's why the government is bringing this act to protect the interest of the people and ownership of the poor people. And it is a kind of a reform act, so to avoid all this kind of a conflict of interest. So now the people who are bringing those incidents or the claim about the property, now the people would realize that what our honorable Prime Minister Modi ji is bringing this back only for the welfare of the people. ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. വഖഫിന് ഒരിക്കൽ നൽകിയ ഭൂമി അത് വഖഫ് ഭൂമിയാണെന്നും അതിന് വാടക നൽകേണ്ട ബാധ്യത കാട്ടുകൊള്ളൈ ഗ്രാമവാസികൾക്കുണ്ടെന്നും കോൺഗ്രസ് MLA ആയ JHM ഹസൻ മൗലാന പറഞ്ഞു. ജനം, ഡൽഹി. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ഇന്ന് ED ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മുൻ അധ്യക്ഷ സോണിയ, പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നിവർക്കെതിരെ ഇന്നലെ ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നാഷണൽ ഹെറാൾഡ് യങ് ഇന്ത്യ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് നടന്നത് എന്ന് ED കുറ്റപത്രത്തിൽ പറയുന്നു. എന്ന് മാത്രമല്ല, യങ് ഇന്ത്യ അവകാശപ്പെടുന്നത് പോലെ യാതൊരു ജീവകാരുണ്യ പ്രവർത്തനവും നടന്നിട്ടില്ല. അവിടെയും ആയിരക്കണക്കിന് കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ EDയുടെ ഈ കണ്ടെത്തലുകൾക്ക് പ്രതിരോധം തീർക്കുന്നതിനായി ഇന്ന് കോൺഗ്രസ് ഒരു ED ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറെ വിരോധാഭാസമായ സംഗതി. എന്തായാലും കോൺഗ്രസ് കടുത്ത പ്രതിരോധത്തിൽ തന്നെയല്ലേ ആകുന്നത്? രോഹിണി, നാഷണൽ ഹെറാൾഡ് കേസ് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിന്, വിശേഷിച്ച് നെഹ്റു കുടുംബത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കേസാണ്. അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു എന്നതാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നെഞ്ചിടിപ്പുണ്ടാക്കുന്ന കാര്യം. ഇന്നലെ ഡൽഹിയിലെ കോടതിയിൽ, റോസ് അവന്യൂ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഈ കുറ്റപത്രത്തിൽ പ്രധാന ആരോപണം ഉയരുന്നത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ തന്നെയാണ്, നെഹ്റു കുടുംബത്തിന് എതിരെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലാകുകയും ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ AICC ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസുകൾക്ക് മുന്നിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധം നടത്താനാണ് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ സംസ്ഥാന ഘടകങ്ങൾക്ക്, വിവിധ PCCകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഈ നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്തുക്കൾ 2010 സോണിയാഗാന്ധിയും രാഹുലും ഒക്കെ ചേർന്ന്, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് 74% ഓഹരിയുള്ള യങ് ഇന്ത്യ
തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതായത് നാഷണൽ ഹെറാൾഡിൻ്റെ കോടിക്കണക്കിന് രൂപ സ്വത്തുക്കൾ ഈ യങ് ഇന്ത്യ തട്ടിയെടുക്കുമ്പോൾ നാഷണൽ ഹെറാൾഡിൻ്റെ ഏതാണ്ട് 5000-ഓളം വരുന്ന ഓഹരി ഉടമകൾക്ക് ഒരു കത്ത് പോലും എഴുതാതെയാണ് ഈ കൈമാറ്റം നടത്തിയത്. ഇതിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നതാണ് ആരോപണം. BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെ ഉള്ളവർ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും ഈ കേസിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സോണിയയെ അതുപോലെ തന്നെ രാഹുലിനെയും ED ചോദ്യം ചെയ്യുകയും അതിൽ നിന്നും നിരവധി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ ED ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ സോണിയയ്ക്കും അതോടൊപ്പം തന്നെ രാഹുലിനും ഈ നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റിയതിൽ എത്രത്തോളം പങ്കുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭം എങ്ങനെയുണ്ടായി, ഇക്കാര്യങ്ങളെല്ലാം ഈ ചാർജ് ഷീറ്റിൽ പ്രധാനമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആകെ പ്രതിരോധത്തിലായ കോൺഗ്രസ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ SFIO സാക്ഷികളെ EDയും ചോദ്യം ചെയ്യും. CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ നിർണായക മൊഴികൾ നൽകിയവരാണ് സാക്ഷികൾ. 72 സാക്ഷികളാണ് കേസിലുള്ളത്. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ച ED വൈകാതെ പ്രതികളായ ശശിധരൻ കർത്തയ്ക്കും മുഖ്യമന്ത്രിയുടെ മകൾ T വീണയ്ക്കും ചോദ്യം ചെയ്യലിനെത്താൻ സമൻസ് നൽകും. സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, വിശദാംശങ്ങൾ. ഇപ്പോൾ SFIO കേസുമായി ബന്ധപ്പെട്ട് അതിലെ സാക്ഷികളെ കൂടി EDയും ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് 72 സാക്ഷികളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായ നിർണായക മൊഴികൾ നൽകിയിട്ടുള്ള സാക്ഷികളെ കൂടി ചോദ്യം ചെയ്യാനും അവരെ കൂടി സാക്ഷികളാക്കാനുമുള്ള ഒരു നീക്കമാണ് EDയും തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് EDക്ക് ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നും കുറ്റപത്രം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട 13 പ്രതികളെയും ED ചോദ്യം ചെയ്യും. എന്നാൽ ഈ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അത്തരം ഒരു പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ED കടക്കുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് 72 പ്രതികളും 72 സാക്ഷികളും 114 രേഖകളുമാണ് ഉള്ളത്. അത് വളരെ നിർണായകമായി തന്നെ ഈ കേസിൻ്റെയും EDയുടെ അന്വേഷണത്തെയും ഏറ്റവും സഹായിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ SFIOയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ EDയുടെയും അന്വേഷണം മുന്നോട്ട് പോകുന്നത് തന്നെ വളരെ വേഗത്തിൽ EDയുടെ അന്വേഷണം പൂർത്തിയാക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. EDയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യലും മറ്റും നടക്കുക. ഇതേസമയം കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെഷൻസ് കോടതിയും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിലെ പ്രതികൾക്കെല്ലാം തന്നെ സമൻസ് അയച്ച് അവരെയും കോടതിയിൽ ഹാജരാവുന്നതിന് വേണ്ടിയുള്ള സമൻസ് അയച്ചുകൊണ്ട് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രോഹിണി. ശരി സുധേഷ്, മാസപ്പടി കേസിൽ SFIOയ്ക്ക് പുറമെ ED പിടിമുറുക്കിയിട്ടുണ്ട്. സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാണാം രാജ്യം രാജ്യാന്തരം. ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഹമാസ്. 6 ആഴ്ചത്തെ വെടിനിർത്തലാണ് മധ്യസ്ഥരായ ഈജിപ്റ്റ് വഴി ഇസ്രായേൽ മുന്നോട്ട് വച്ചത്. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം എന്ന വ്യവസ്ഥയോടെ ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിക്കാത്തത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് തള്ളിയതോടുകൂടി ഇനി അടുത്ത ഘട്ടം ഏതു രീതിയിലായിരിക്കും? രോഹിണി, തീർച്ചയായും വെടിനിർത്തൽ നിർദ്ദേശം ഇപ്പോൾ ഹമാസ് തള്ളിയ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വെടിനിർത്തൽ നിർദ്ദേശം എന്ന് ഉദ്ദേശിച്ചത് നേരത്തെ തന്നെ ഇസ്രായേൽ ഈജിപ്തുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നൽകിയ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഡ്രാഫ്റ്റിലെ വളരെ കൃത്യമായ ഒരു നിർദ്ദേശമായിരുന്നു ഹമാസിനെ നിരായുധീകരിക്കണമെന്ന ഒരു ആവശ്യം. ഹമാസിനെ നിരായുധീകരിച്ചല്ലാതെ ഇസ്രായേലിനെ ഭീഷണിയാകുന്ന രീതിയിലുള്ള ഹമാസിന്റെ ഭീകരപ്രവർത്തനം നിയന്ത്രിക്കാനോ ഗാസയെ പുനർനിർമ്മിക്കാനോ സാധ്യമല്ല എന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഹമാസിനെ പുനർനിർമ്മിക്കുന്നതിന്റെ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ്
തന്നെയാണ് വെടിനിർത്തൽ. അതിന്റെ തുടക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് വെടിനിർത്തൽ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിരായുധീകരിക്കണമെന്ന ആവശ്യത്തോട് പൂർണ്ണമായും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവതരമായ ഒരു വിഷയമായി തന്നെ ഇത് മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ, അതായത് ഗാസയിലെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ കൃത്യമായി തുടരാനുള്ള, അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ, സൈനിക നടപടികൾ തന്നെ തുടരാനുള്ള ഒരു തീരുമാനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സമാധാന ദൗത്യത്തിനുള്ള ഒരു അന്തിമ രേഖയുടെ ഭാഗമായി വന്ന ഈ സംവിധാനത്തെ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകാതിരുന്നതോടുകൂടി ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തുകയാണ്. നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നതും ഹമാസ് ഇത്തരത്തിൽ ആയുധങ്ങൾ നിരായുധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലല്ല, തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സങ്കീർണമായ ഒരു അവസ്ഥ പശ്ചിമേഷ്യയിൽ വളർന്നു വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി ഐസൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗീഡൻ സാർ കൂടിക്കാഴ്ച ലണ്ടനിൽ നടന്നു. ഇറാന്റെ ആണവ പദ്ധതിയും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ചും ചർച്ചയായതായാണ് സൂചന. ഐസൻ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. തീർച്ചയായും ഈ രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് അൺഅനൗൺസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെടാതെ, മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെടാതെ ഒരു നീക്കമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത് വാർത്താ മാധ്യമങ്ങളിലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ഇന്ന് രാവിലെ ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നു, അതായത് ഗിഡോണുമായും അതുപോലെ തന്നെ ഡേവിഡ് ലാമിയുമായി കൂടിക്കാഴ്ച നടന്നു എന്നൊരു വിവരങ്ങളാണ് വാർത്തകളിലൂടെ പുറത്തു വരികയും ചെയ്തത്. തീർച്ചയായും ഇത് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം, അമേരിക്ക ഇടപെടുന്ന ഏറ്റവും സുപ്രധാനമായ പശ്ചിമേഷ്യയിലെ വിഷയമായ ഇറാന്റെ ആണവ നിരായുധീകരണത്തിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ചർച്ചയായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആണവ നിരായുധീകരണം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനാണ് ഈ രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും. നമുക്കറിയാവുന്ന രീതിയിലുള്ള ഇസ്രായേലിന് ചുറ്റുമുള്ള 7ഓളം ഭീകര സംഘടനകളുടെ അല്ലെങ്കിൽ മിലീഷ്യകളുടെ വെല്ലുവിളിയാണ്. ഈ മിലീഷ്യകളെ എല്ലാം തന്നെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ്. ഇറാന്റെ പ്രോക്സി യുദ്ധമാണ് ഇവരെല്ലാം നടത്തുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രോക്സി യുദ്ധം നടത്തുന്നതിന്, ഇറാന്റെ പ്രോക്സി യുദ്ധത്തിനെ ഇവരെ പ്രേരിപ്പിക്കുന്നതും അവരുടെ സുരക്ഷയുടെ ഘടകമായി ഒരു ഭീഷണിയുടെ സ്വഭാവത്തിൽ അവർ നിലനിർത്തുന്നതുമായ കാര്യം ഇറാന്റെ ആണവശേഷി തന്നെയാണ്. ഈ ആണവശേഷി ഇല്ലാതാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇരു നേതാക്കളും തമ്മിൽ നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇറാനെ ആണവ നിരായുധീകരണം നടത്തേണ്ടത് കാലഘട്ടത്തിന്റെയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സുരക്ഷയുടെയും അനിവാര്യതയാണ് എന്ന നിലപാടാണ്. ഈ ശനിയാഴ്ച അടുത്ത ചർച്ചകൾ, അതായത് രണ്ടാം ഘട്ട ചർച്ചകൾ ഇറാനും അതുപോലെ തന്നെ അമേരിക്കയുമായി നടക്കാനിരിക്കുകയാണ് ഈ ആണവ നിരായുധീകരണത്തിന്റെ ഭാഗമായി. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡേവിഡ് ലാമിയും ഗീഡോണും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത് എന്നതും ഏറെ പ്രസക്തമാണ്. ശനിയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തീർച്ചയായും ഇത്തരത്തിലൊരു അനുകൂല നിലപാട് ഇറാൻ ആണവ നിരായുധീകരണത്തിനുള്ള അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ നടത്തും എന്നൊരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഏറെ ഗൗരവമുണ്ട്. ആഭ്യന്തര സുരക്ഷയുടെ വിഷയത്തിലായാലും, ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയുടെ വിഷയത്തിലായാലും അതുപോലെ തന്നെ ഭീകരരിൽ നിന്നുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായാലും ഇറാൻ ആണവ നിരായുധീകരണത്തിന്റെ പരിധിയിൽ വരേണ്ടത് അനിവാര്യമാണ് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാണ് ബ്രിട്ടനുമായി ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. UDF സർക്കാരിന്റെ കാലത്ത് ലഹരി കേസുകൾ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നതിനുള്ള തെളിവാണ് നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ്. കേസിൽ സർക്കാരിന് വീഴ്ചകൾ സംഭവിച്ചെന്നാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. നടനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി. സുധീഷ്, നമുക്കറിയാം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ദമ്പതികളെ അറസ്റ്റ് ചെയ്ത കേസിൽ സിനിമാ മേഖലയിലുള്ളവർ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. അപ്പോഴാണ് നേരത്തെ ഇത്തരം കേസിൽ പിടിയിലായ സിനിമാ നടന്മാർ എങ്ങനെയാണ് ഈ കേസിൽ നിന്നെല്ലാം കുറ്റവിമുക്തരായത് എന്നുള്ളത് സംബന്ധിച്ചുമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. അതായത് UDF സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം ലഹരി കേസുകൾ വളരെ ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായപ്പോൾ കോടതി പറഞ്ഞ ചില പരാമർശങ്ങൾ. നമുക്ക് അവയെ എങ്ങനെ വിലയിരുത്താം?
രോഹിണി, ഒരു കേസിൻ്റെ അടിസ്ഥാനപരമായി തന്നെ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്ത ഒരു കേസെന്ന നിലയ്ക്ക് തന്നെയാണ് കോടതി ഇതിനെ വിലയിരുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കൊക്കൈൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ട് അതിൻ്റെ ഒരു രാസപരിശോധന നടത്തി കൃത്യമായി ലാബുകളിൽ പരിശോധന നടത്തി അത് കൊക്കൈൻ ആണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല സംഘം. അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർ താമസിച്ചിരുന്ന ആ ഫ്ളാറ്റിലേക്ക് ഇവർക്ക് അടക്കുമ്പോൾ അവിടെ നടത്തിയ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെടുത്തു എന്നത് സംബന്ധിച്ച ഒരു സർച്ച് റിപ്പോർട്ട് അതിനകത്ത് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ അടക്കം 5 പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. ഈ 5 പേരും കൊക്കൈൻ ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ച ഒരു പരിശോധന അതും നടത്തിയിട്ടില്ല. ആ രീതിയിലെല്ലാം തന്നെ അടിസ്ഥാനപരമായി തന്നെ ഈ കേസിൽ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം ഈ കേസിനെ ലാഘവത്തോടെ കണ്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ വലിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തി എന്ന് തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇത് പരിശോധിക്കും. ഇത്രയും പ്രമാദമായ വലിയ വിവാദം സൃഷ്ടിച്ച ഒരു കേസിൽ പോലും ഇത്ര കണ്ട് വീഴ്ച വരുത്തുമ്പോൾ അത് പൊതുവിൽ ആ സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു സമീപനമായി കൂടി വിലയിരുത്തേണ്ടി വരും. ഇതോടൊപ്പം തന്നെയാണ് ആ പരിശോധനയ്ക്ക് ആരാണ് ആദ്യം കടന്നത് എന്നത് സംബന്ധിച്ച പോലും ഓർമ്മയില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി. അതുപോലെ തന്നെ ഇവർക്ക് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ഈ ഉദ്യോഗസ്ഥർ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം. ആ രീതിയിൽ പൂർണ്ണമായും ഉത്തരവാദിത്തരഹിതമായ രീതിയിൽ, ഇല്ലെങ്കിൽ വളരെ ലാഘവത്തോടെയാണ് ഈ കേസിനെ കണ്ടതെന്നത് വ്യക്തമാക്കുകയാണ്. 2015 ജനുവരി 31 ഇത്തരമൊരു കേസ് കൊച്ചിയിൽ ഉണ്ടാവുന്നത്. ഈ കേസിന് ആസ്പദമായ പരിശോധനയും മറ്റും നടക്കുന്നത്. ഇതിലെ വലിയ രീതിയിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അന്നത്തെ സർക്കാരിൻ്റെ സമീപനം കൂടി ഇപ്പോൾ വിമർശനത്തിന് പാത്രമാകുന്നത്. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിൽ പ്രതികൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചതായി സംശയം. പിടിയിലായ മുഖ്യപ്രതി സുൽത്താൻ അക്ബർ അലിക്ക് 5-ലധികം മൊബൈൽ ഫോണുകളുണ്ട്. ഈ ഫോൺ നമ്പറുകൾ ഒന്നും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്തവയാണ്. 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്തുനിന്ന് എത്തിച്ചുവെന്നാണ് വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് എക്സൈസിന് ലഭ്യമായ വിവരം. ബാക്കി 3 കിലോ എവിടെയെന്നതും കണ്ടെത്തേണ്ടതുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആദ്യം പിടിയിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവാണ് കേസിലെ 3ാം പ്രതിയായ സുൽത്താൻ അക്ബർ അലി. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരുന്നത് ഇയാളാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പ്രതികൾ നടത്തിയിരുന്നത് മറ്റാരുടെയോ ബാങ്ക് UPI അക്കൗണ്ടുകൾ വഴിയാണെന്നാണ് സംശയം. ഇക്കാര്യം അന്വേഷണ സംഘം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇടപാടിലെ മുഖ്യകണ്ണിയായ സുൽത്താൻ അക്ബർ അലിക്ക് 5-ലധികം മൊബൈൽ ഫോണുകളുണ്ട്. എന്നാൽ ഇവയിൽ ഒന്നുപോലും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടില്ല. ഇതാണ് മറ്റു ചിലരുടെ അക്കൗണ്ടുകൾ ഇവർ ഉപയോഗിച്ചിരിക്കാമെന്ന സംശയത്തിന് കാരണം. ഇതാരാണെന്ന് കണ്ടെത്താനും എക്സൈസ് ശ്രമിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് പ്രതികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലിൽ ആർക്കു വേണ്ടി ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു എന്നതിന് എക്സൈസ് ഉത്തരം തേടും. 6 കിലോ കഞ്ചാവ് വിദേശത്തു നിന്ന് എത്തിച്ചുവെന്നാണ് പിടിയിലായവരുടെ വാട്സാപ്പ് ചാറ്റുകൾ നൽകുന്ന സൂചന. ആലപ്പുഴയിൽ പിടികൂടിയത് 3 കിലോയാണ്. ബാക്കി എവിടെയാണെന്നും കണ്ടെത്തേണ്ടതുണ്ട്. പിടിയിലായ സുൽത്താൻ അക്ബർ അലി, തസ്ലീമ, ഫിറോസ് എന്നിവരുടെ ഫോണുകളിലെ കോൾ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അതിനുശേഷമായിരിക്കും ഈ നമ്പറുകളിലെ വാട്സാപ്പ് സന്ദേശങ്ങൾ വീണ്ടെടുക്കുക. ഈ ആഴ്ച 3 ദിവസങ്ങൾ അവധിയായതിനാൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ അടുത്തയാഴ്ചയാകും കോടതിയിൽ നൽകുക. കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ നടന്മാരടക്കം സിനിമാ മേഖലയിലുള്ളവർക്ക് നോട്ടീസ് നൽകൂവെന്ന് എക്സൈസ് അറിയിച്ചു. ജനം, ആലപ്പുഴ. മുതലപ്പുഴയിൽ മണൽ മൂടിയതോടെ മത്സ്യബന്ധനം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ഇന്ന് ചർച്ച. മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും. കളക്ടറേറ്റ് ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ചർച്ച നടക്കുക. ഹാർബർ വികസന സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, പറയൂ.
കുറേ ദിവസമായി മുതലപ്പുഴയിലെ ജനവാസം അല്ലെങ്കിൽ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ വളരെ അധികം ദുരിതം അനുഭവിച്ചു വരികയാണ്. കാരണം അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല. കായലിൽ നിന്നും കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ടുകളൊന്നും തന്നെ ഇറക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് മണൽ കൂമ്പാരമായി കൂടിക്കിടക്കുന്നത്. ആ മണൽ നീക്കം ചെയ്യുന്നതിൽ, അതായത് ഗർജിൻ ചെയ്ത മണൽ നീക്കം ചെയ്യുന്നതിലെ സർക്കാർ പരാജയപ്പെട്ടതിനു പിന്നാലെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ നേതൃത്വത്തിൽ തന്നെ ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം CITU നടത്തിയ ഒരു മാർച്ചിൽ വകുപ്പ് മന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ രാജി വരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഒരു ചർച്ചയ്ക്ക് മത്സ്യത്തൊഴിലാളികളെയുമായും അനുബന്ധ സംഘടനാ പ്രതിനിധികളെയും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളെയും എല്ലാം തന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കളക്ടറേറ്റിലാണ് യോഗം ചേരുക. ജില്ലാ കളക്ടറേറ്റിൽ കളക്ടറുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുന്ന. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുക. ഈ മണൽ കൂമ്പാരമായി കൂടിക്കിടക്കുന്നതിൽ ബോട്ടുകൾ ഇറക്കുന്നതിൽ മാത്രമല്ല, വള്ളങ്ങൾ ഇറക്കുന്നതിൽ മാത്രമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആ ചിറയൻകീഴ നിയോജക മണ്ഡലത്തിലെ 7ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തിലെ ജനജീവിതത്തിന് തന്നെ അത് ബാധകമായിരിക്കുകയാണ്. കാരണം വെള്ളം പൊഴിമുറിഞ്ഞ് കടലുമായി കായലുമായി ബന്ധിക്കാത്തതിനെ തുടർന്നുണ്ടാകുന്ന വെള്ളം അധികമായി കയറുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാനും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളിലും ഒന്നും തന്നെ പോകാൻ സാധിക്കാത്ത വിധത്തിലേക്ക് വെള്ളം കയറി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ദുരിതത്തിലേക്ക് കടന്നു അല്ലെങ്കിൽ ദുരിതക്കയത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകാരികമായിട്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അത് പ്രതികരണത്തിൽ അവർ പറയുന്ന ഒരു കാര്യം തന്നെ, ഏതെങ്കിലും ഒരു താൽക്കാലിക ക്രമീകരണം എന്ന നിലയ്ക്ക് വെള്ളം കയറി ഏതെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും എത്തി ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് വെള്ളം ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മത്സ്യത്തൊഴിലാളികൾ അതിനെ പൂർണ്ണമായും തടയും എന്ന ഒരു പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാക്ടറിൽ കെട്ടിവലിച്ചാണ് കായലിൽ നിന്നും ഈ മണലിൻ്റെ പുറത്തുകൂടെ കടലിലേക്ക് ബോട്ടുകളെ, വള്ളങ്ങളെയൊക്കെ തന്നെ എത്തിച്ചിരുന്നത്. അതിനുശേഷമാണ് അവർ മത്സ്യബന്ധനത്തിലേക്കായും ഇവിടെ കുടുങ്ങിക്കിടന്ന മുതലപ്പുഴയിലെ മത്സ്യബന്ധനത്തിനായി എത്തി ഇവിടെ കുടുങ്ങിക്കിടന്ന മത്സ്യത്തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്കും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും മുതലപ്പുഴ വിഷയം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി മന്ത്രിതല ചർച്ച ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. കാരണം ട്രേഡ് യൂണിയനുകൾ അടക്കം, അതായത് CPM-ന്റെ ഭരണാനുകൂല സംഘടനയടക്കമുള്ള CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു അടക്കം മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്. രോഹിണി. ശരി, അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന കരകൗശല വസ്തുക്കളും ശില്പങ്ങളുമുണ്ട് കൊല്ലം കടവൂരിൽ. കടവൂർ പ്ലാവിള വീട്ടിൽ രാജേന്ദ്രനാണ് മരത്തടിയിൽ സൗന്ദര്യമേറിയ ഇത്തരം സൃഷ്ടികൾ തീർത്തിരിക്കുന്നത്. പ്രദേശവാസികൾക്ക് ഏറെ കൗതുകമാണ് രാജേന്ദ്രന്റെ സൃഷ്ടികൾ. കാണാം. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കടവൂരിലെ രാജേന്ദ്രന്റെ കരവിരുതുകൾ. കൃഷ്ണനും ക്രിസ്തുവും മുതൽ കൗതുകമേറിയ കരകൗശല വസ്തുക്കൾ വരെ ഇവിടെ പിറക്കുന്നു. മരത്തടികൾ ഉപയോഗിച്ച് കൈവഴക്കത്തിലൂടെ വൈവിധ്യമാർന്ന വസ്തുക്കളാണ് ഇദ്ദേഹം നിർമ്മിക്കുന്നത്. ആദ്യമൊക്കെ ചെറിയ കൗതുക വസ്തുക്കളും വീട്ടുപകരണങ്ങളുമായിരുന്നു കരവിരുതിൽ പിറവിയെടുത്തത്. എന്നാൽ കാലം കഴിയുന്തോറും രാജേന്ദ്രന്റെ കരവിരുത് വികസിച്ചു. മരത്തടിയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും രൂപങ്ങളും അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങി. കൊല്ലത്തിനകത്ത് വെച്ചായി തീർത്ത വേറെ മുളവനെ എന്ന് പറഞ്ഞ ഒരാളൂടെ എൻ്റെ കൂടെ സഹായിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടിയും കൂടി ഇതിനകത്തുണ്ട്. രണ്ടുപേരും ചേർന്നാണ് രണ്ടുപേരുടെ ചേർന്നാണ് ഇത് ചെയ്തത്. ഇതിപ്പോ ഇങ്ങനെ ഒരു ആശയം വരാനുള്ള ഒരു കാരണം എന്തോ? തടിയിൽ ഇങ്ങനെ ചെയ്യണം, തടി ഇങ്ങനൊരു സംഭവം ഒരു യേശുവിനെ പണിയണമെന്നുള്ളൊരു നമുക്കൊരു താല്പര്യം തോന്നി. ഒരു തടി നമുക്ക് അതിന്റെ ഷേപ്പിന് കിട്ടി. അങ്ങനെ അത് വിജയിക്കുകയും ചെയ്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിജയം അതിനകത്ത് കിട്ടി. ഇപ്പം
യേശുവിനെ പണിയാൻ തുടങ്ങിയ ആ സമയം മുതൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടി. ഇന്ന് കടവൂർ മേഖലയിലെ വീട്ടുപകരണങ്ങളും കൗതുക വസ്തുക്കളുമെല്ലാം രാജേന്ദ്രനാണ് നിർമ്മിക്കുന്നത്. ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. വീട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണയാണ് രാജേന്ദ്രന് ലഭിച്ചത്. കരവിരുദ്ധ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. രാജേന്ദ്രന്റെ സൃഷ്ടികൾ കാണാൻ കടവൂരിലേക്ക് എത്തുന്നവരും നിരവധിയാണ്. ജനം, കൊല്ലം. സുഡാനിൽ സമാന്തര സർക്കാർ പ്രഖ്യാപനം നടത്തിയ അർദ്ധസൈനിക വിഭാഗം. സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം 2ാം വർഷത്തിലെത്തിയ സാഹചര്യത്തിലാണ് സമാന്തര സർക്കാർ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന അർദ്ധസൈനിക വിഭാഗ മേധാവി മുഹമ്മദ് ഹംദാൻ ഡാംഗ്ലോ സമാന്തര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭരണം നടത്തുന്നതിന് 15 അംഗ പ്രസിഡൻഷ്യൽ കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട്. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ആഭ്യന്തര കലഹം രൂക്ഷമായിരിക്കുന്ന സുഡാനിൽ ഇപ്പോൾ അർദ്ധസൈനിക വിഭാഗം സമാന്തര സർക്കാർ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തുടർന്നും ഇനി സംഘർഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉണ്ടാകുന്നത്? തീർച്ചയായും രോഹിണി, ഈ സൈന്യവും അർദ്ധസൈനിക വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം നിലനിൽക്കുകയും ഇപ്പോൾ ഈ പ്രഖ്യാപനം, അതായത് ഈ അർദ്ധസൈനിക വിഭാഗം തങ്ങളുടെ ഒരു സമാന്തര സർക്കാർ അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്നു എന്ന ഭരണ സംവിധാനം, റൈവൽ ഗവൺമെന്റ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സംവിധാനം രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ കൃത്യമായി ഗൗരവമായി കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ രണ്ട് സൈനിക വിഭാഗങ്ങളും, അർദ്ധസൈനിക വിഭാഗങ്ങളും പ്രധാന സൈനിക വിഭാഗങ്ങളും ചേർന്നുള്ള അതിക്രമങ്ങൾ, അതായത് തമ്മിലുള്ള അതിക്രമങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ് സുഡാനിൽ നിലനിൽക്കുന്നത്. 2 വർഷമായി ഈ പ്രശ്നം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. നിരവധി പേർ കൊല്ലപ്പെടുകയും വൻതോതിൽ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങളുടെ എല്ലാം പിന്നാലെയാണ് ഇവിടെ സമാന്തരമായ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഐക്യ രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്നാണ് നേരത്തെ രോഹിണി സൂചിപ്പിച്ച മുഹമ്മദ് ഹംദാൻ ഡാംഗ്ലോ എന്ന് പറയുന്ന അർദ്ധസൈനിക വിഭാഗം മേധാവി, റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു പ്രസ്താവന. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 അംഗ ഒരു കൗൺസിലിനെയും രൂപീകരിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും എല്ലാം തന്നെ നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് സുഡാൻ എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കലാപം ഏത് രീതിയിൽ അതിന്റെ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് സംബന്ധിച്ച ആലോചനകളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സമാന്തര സർക്കാർ രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ സൈന്യം അതിനെ അംഗീകരിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. വീണ്ടും സൈന്യം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ആക്രമണത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. സൈന്യം ആക്രമണം നടത്തുമ്പോൾ ആന്തരികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് സാധാരണഗതിയിൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിക്കുക. ഇപ്പോൾ സൈന്യവും അർദ്ധസൈനിക വിഭാഗങ്ങളും ഒന്നായി പ്രവർത്തിക്കുക എന്നതാണ് അടിസ്ഥാനപരമായ സൈനിക തത്വം എന്നിരിക്കെ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സാഹചര്യം അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സുരക്ഷാ പശ്ചാത്തലം തന്നെ സുഡാനിൽ ഉണ്ടാക്കിയിരുന്നു. ഇത് ഏറെ രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകുക. ആ സാഹചര്യം എങ്ങനെ നേരിടുമെന്നത് സംബന്ധിച്ചുള്ള ചിന്തകളിലാണ് ലോകം മുഴുവൻ. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഐക്യരാഷ്ട്രസഭ ഈ കാലത്ത് ലോകത്ത് നടന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പ്രതീകമായി കൂടി എടുത്തു കാണിക്കുന്ന ഒരു സംഭവ വികാസം കൂടിയാണ് സുഡാനിലെ ഈ തർക്കം. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. നാഗാരാധന കൊണ്ടും അനുഷ്ഠാനങ്ങളിലെ പ്രത്യേകത കൊണ്ടും ശ്രദ്ധേയമായ കോഴിക്കോട് പേരാമ്പ്ര കല്ലൂർക്കാവിലെ ഉത്സവത്തിന് പരിസമാപ്തിയായി. വിഷുവിളക്കാറാട്ട് മഹോത്സവത്തോടെയാണ് സമാപനമായത്. അന്യജില്ലകളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് എത്തിയത്. മലബാറിലെ പാമ്പുമേക്കാട്ട് എന്നറിയപ്പെടുന്ന കല്ലൂർക്കാവ് പാമ്പൂരി കരുവാൻ ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവിളക്ക് ആറാട്ടുത്സവത്തിന് അത്ഭുതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാവിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ നാഗാരാധനയും പൂജയുമാണ് പ്രധാന വഴിപാട്. ക്ഷേത്രമേൽക്കൂര ഓലമേഞ്ഞതാണ് എന്നതും പ്രത്യേകതയാണ്. വൃശ്ചിക മാസത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന മണ്ഡലകാല വെള്ളാട്ടു മഹോത്സവം കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജാതി മതഭേദമന്യേ നിരവധി ഭക്തരാണ് എത്തിച്ചേരാറുള്ളത്. മണ്ഡലവിളക്കുത്സവവും വിഷുവിളക്കുത്സവവുമാണ് കല്ലൂർക്കാവിലെ പ്രധാന ഉത്സവങ്ങൾ. ഇളനീർ കുലവരവിനോടൊപ്പമുള്ള കുടവരവുകളാണ് ഉത്സവത്തിന്റെ പ്രധാന സവിശേഷതയും ആകർഷണീയതയും. പ്രത്യേക രീതിയിലാണ് കുടകളുടെ നിർമ്മാണം തന്നെ. പനയോല കൊണ്ടുള്ള കുടയ്ക്ക് ഓടമുള കൊണ്ടുള്ളതാണ് പിടി. കുരുത്തോളിയും പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്നു. നാഗാരാധന ആയതുകൊണ്ട് തന്നെ കോഴിമുട്ടയാണ് പ്രധാനമായും ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്നത്. ദിവസേന 100 കണക്കിന് ആളുകളാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത്.
ഉത്സവകാലങ്ങളിൽ അന്യജില്ലകളിൽ നിന്നടക്കം വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത്. ജനം, കോഴിക്കോട്. ഐതിഹ്യപ്പെരുമയേറുന്ന വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി കണ്ണകി ദേവിയായി പാണ്ഡ്യദേശത്തേക്ക് യാത്രയായി. വിഷുക്കണി ദർശനം പൂർത്തിയാക്കി എരിതേങ്ങ സമർപ്പണവും വലിയ തീയാട്ടും വലിയ ഗുരുതിയും അരിയേറും നടത്തിയ ശേഷം ക്ഷേത്രനട അടച്ചതോടെയാണ് ദേവി മധുരാപുരിയിലേക്ക് യാത്രയായത്. വൈവിധ്യമാർന്ന ആചാരങ്ങളാൽ വ്യത്യസ്തമാണ് വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രം. അധികാരത്തിലെ കണ്ണകി ദേവിയായും വൈദികപരമായി ശ്രീ പരമേശ്വരന്റെ പുത്രീഭാവത്തിലുമാണ് മൂത്തേടത്തുകാവിലെ പ്രതിഷ്ഠാ സങ്കല്പം. കണ്ണകി ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതും മധുരാപുരി ചുട്ടരിക്കുന്നതുമായും ബന്ധപ്പെട്ട ആചാരമാണ് വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേത്. വിഷുക്കണി ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. നാലമ്പലത്തിൽ വേതാളപ്പുറമേറിയ ദേവിയുടെ കളമാണ് എഴുതിയത്. കളത്തിൽ വച്ചൊരുക്കിന് ശേഷം കളംപൂജയും തിരിയൊഴിച്ചിലും നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് മുൻവശം കൊടിമര ചുവട്ടിൽ കൂട്ടിയിട്ടിരുന്ന എരിതേങ്ങയിലേക്ക് അഗ്നി പകർന്നു. ഭക്തർ വഴിപാടായി സമർപ്പിച്ച ആയിരക്കണക്കിന് നാളികേരം അഗ്നിയിൽ എരിഞ്ഞമർന്നു. മധുരാപുരി കത്തിയമരുന്നതിന്റെ പ്രതീകമായാണ് എരിതേങ്ങ സമർപ്പണം. ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതിയുടെ കൈനീട്ടം എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് എരിതേങ്ങ കത്തിക്കൽ എന്ന ചടങ്ങ് നടക്കുന്നത്. കണ്ണകി കോവിലം സങ്കല്പത്തിലുള്ള മധുരാപുരി നശിപ്പിക്കുന്നു, അത് അഗ്നിക്കിരയാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ നാളികേരം മുഴുവൻ കത്തിക്കുന്നത്. അതിനുശേഷം അത്താഴപൂജയും തെക്കുറത്ത് പൂജയും തീയാട്ടും നടക്കുന്നു. തീയാട്ടിന് ശേഷം തീയാട്ടുണ്ണിയും മുമ്പ് വെളിച്ചപ്പാടുകളപ്പോൾ വെളിച്ചപ്പാടും കൂടി ദേവിയുടെ ആവേശം കയറി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് നടക്കലേക്ക് അരി മുദ്രദശ എറിയുന്നു. അതോടുകൂടി നടയടക്കുന്നു. പിന്നീട് 3 മാസത്തിന് ശേഷം കർക്കിടക 1-ാം തീയതിയാണ് നട തുറക്കുന്നത്. തെക്കുപുറത്ത് കൊടുങ്കാളിക്ക് രാത്രി വലിയ ഗുരുതിയും കളം വായ്ക്കലും ശ്രീകോവിലിലേക്ക് അരിയേറും നടത്തിയതോടെ ക്ഷേത്ര നട അടച്ചു. ഇനി കാവിലമ്മ കണ്ണകി ദേവിയായി പാണ്ഡ്യദേശത്ത് ഭർത്താവായ കോവിലന്റെ സമീപത്തേക്ക് പോകുന്നതായും ഇനിയുള്ള 3 മാസക്കാലം ദേവി മധുരാപുരിയിലുമെന്നുമാണ് സങ്കല്പം. ഈ സമയം മധുരാപുരിയിൽ മലയാളത്തമ്മയെ വരവേൽക്കുന്ന ചടങ്ങുമുണ്ട്. 3 മാസങ്ങൾക്ക് ശേഷം കർക്കിടകം 1-ന് കണ്ണകി ദേവി കാവിലമ്മയായി തിരിച്ചെത്തുന്നതോടെ നട തുറന്ന് ദർശനവും പൂജാവിധാനങ്ങളും പുനരാരംഭിക്കും. അതുവരെ ക്ഷേത്ര നട തുറക്കുകയോ ദർശനമോ ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ തന്നെ വർഷത്തിൽ 9 മാസം മാത്രം തുറക്കുന്ന സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ജനം, കോട്ടയം. പ്രസവവുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശം നടത്തിയ SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്ത്. പ്രസവ ശസ്ത്രക്രിയ എന്നത് ഡോക്ടർമാർ നടത്തുന്ന തട്ടിപ്പാണെന്നും ഒരു കുട്ടി വയറ്റിൽ 4 വർഷം വരെ കിടക്കുമെന്നുമായിരുന്നു AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ പ്രസ്താവന. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, നമുക്കറിയാം AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ പ്രസ്താവന, അതായത് പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വിചിത്ര പ്രസ്താവന, 4 വർഷം വരെ കുട്ടി അമ്മയുടെ വയറ്റിനുള്ളിൽ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കും എന്നുള്ളതായിരുന്നു. എത്രമാത്രം ഇന്നത്തെ ലോകത്ത് നിരക്കുന്നതല്ല എന്നുള്ളത് ആധുനിക ലോകത്ത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ പറയാൻ ലജ്ജിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ അതിനെ തിരുത്തുന്നതിന് പകരം, ആ വിവരക്കേടിനെ തിരുത്തുന്നതിന് പകരം ഇപ്പോൾ കൂടുതൽ സമസ്ത നേതാക്കൾ അതിന് സപ്പോർട്ടുമായി പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രം. തീർച്ചയായും നമ്മൾ സമീപകാലത്ത് കണ്ടതാണ്. വീട്ടിൽ പ്രസവിക്കുന്നു, ഈ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരണപ്പെടുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അക്കുഷ് എന്ന് പറയുന്ന ഒരു സംഘടന പ്രോത്സാഹനവും അവാർഡ് വിതരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. നവോത്ഥാന സമൂഹത്തിൽ ഒരിക്കലും കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് ശാസ്ത്രം ഈ രീതിയിൽ പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് SYS
ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AP അബ്ദുൽ ഹക്കീം അസ്ഹരി കഴിഞ്ഞ മുൻപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നത്. അതായത് ഒരു കുട്ടി ഒരു അമ്മയുടെ വയറ്റിൽ 4 വർഷം വരെ കിടക്കും, മാത്രമല്ല സിസേറിയനൊക്കെ ഡോക്ടർമാർ നടത്തുന്ന ഒരു തട്ടിപ്പാണ്, ആ തട്ടിപ്പിൽ ആരും വീഴരുത്, മാത്രമല്ല ഒരു സ്ത്രീ ഗർഭിണിയായാൽ പ്രസവവുമായി ബന്ധപ്പെട്ട് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതുമായി ബന്ധപ്പെട്ട് യാതൊരു എഫേർട്ടും അല്ലെങ്കിൽ അത് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട യാതൊരു ആവശ്യവുമില്ല, ഇത് എല്ലാം ദൈവം അല്ലെങ്കിൽ അള്ളാഹ് നോക്കിക്കോളും എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അസ്ഹരി അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇത് സമീപകാലത്ത് ഇത്തരത്തിൽ വീട്ടിലെ പ്രസവവും മരണവും ഒക്കെ സംഭവിച്ച സാഹചര്യത്തിൽ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്ത് വരുന്നത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു വിവരക്കേട് എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ കാര്യത്തിനെയാണ് സമസ്ത പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സമസ്തയിലെ നേതാക്കൾ രംഗത്ത് വരുന്നത്. ഈ സമസ്ത EK വിഭാഗം നേതാവായ ഷുഹൈബുൽ ഹൈത്തമിയാണ് ഈ അസ്ഹരി നടത്തിയിരിക്കുന്ന വാദത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മറ്റൊന്നല്ല, ഈ അസ്ഹരി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്താണ് തെറ്റ്? ഒരു സ്ത്രീയുടെ വയറ്റിൽ 4 വർഷം വരെ ഒരു കുട്ടി ഉണ്ടാകും, അത് തെളിയിക്കാൻ ശാസ്ത്രത്തിന് കഴിയാതിരിക്കില്ല എന്നതടക്കമുള്ള ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം നടത്തിയ മറ്റൊരു വിചിത്ര പ്രസ്താവന എന്തെന്നാൽ ഈ പുരുഷനും പ്രസവിക്കാം എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു, ആ ഒരു ഘട്ടത്തിലേക്ക് ശാസ്ത്രം കാലെടുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഇന്നത്തെ നവോത്ഥാന സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ അസ്ഹരി നടത്തിയത്. ആ അസ്ഹരിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ സമസ്ത EK വിഭാഗം നേതാവ് കൂടിയായിട്ടുള്ള ഷുഹൈബുൽ ഹൈത്തമി കൂടി രംഗത്ത് വരുന്നത്. അങ്ങനെ ഈ ഒരു തിരുത്തേണ്ട കാര്യം തിരുത്താതെ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് സമസ്ത നേതാക്കൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത്. ഇതിനോട് ചേർത്ത് വെച്ചൊന്ന് പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത പോലുള്ള സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് എന്നൊരു വലിയ വിമർശനം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സമസ്തയിലെ നേതാക്കളുടെയൊക്കെ നിലപാട് ഈ രീതിയിലാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കൂടി രംഗത്തേക്ക് വരുന്നത്. ശരി അനഘ, പ്രസവവുമായി ബന്ധപ്പെട്ട് വിചിത്ര പരാമർശം നടത്തിയ SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്തെത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ 4 വർഷം വരെ കിടക്കുമെന്നുള്ള വിചിത്രമായ വിഡ്ഢിത്തം നിറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് കൂടുതൽ പിന്തുണ വരുന്നു എന്നുള്ളത് അതിലും ഇന്നത്തെ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും അങ്ങേയറ്റം നിർഭാഗ്യകരവുമായ പിന്തുണയാണ് എന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം തുടരുന്ന വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 2 പ്രവൃത്തി ദിനം മാത്രം ബാക്കി നിൽക്കെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം നിർണായകമാകും. ഇതുവരെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാത്ത പശ്ചാത്തലത്തിൽ കടുത്ത സമരമുറകളിലേക്ക് കടക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. S ശാലിനി ചേരുന്നു. ശാലിനി, വനിതാ CPO റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാലാവധി ഇനി അവസാനിക്കാൻ 2 പ്രവൃത്തി ദിനം മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ആരോഗ്യനി സൂചിപ്പിച്ചതുപോലെ ഇന്ന് സമരം 15ാം ദിവസത്തിലാണ്. വനിതാ CPOമാരുടെ നിരാഹാര സമരം ഈ മണിക്കൂറിലും സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുൻപിൽ തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് ഒരുപക്ഷെ ഈ ഒരു കാലാവധി കഴിയുന്നതിന് മുൻപ്, അവരുടെ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപുള്ള അവസാന മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്ന. 10 മണിയോടുകൂടി ക്യാബിനറ്റ് യോഗം ആരംഭിക്കുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികളടക്കമുള്ളവർ ആ ഒരു ക്യാബിനറ്റ് യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയുകയാണ്. കഴിഞ്ഞ 15 ദിവസമായി ഇവിടെ സമരം തുടരുന്നു, നിരാഹാര സമരം തുടരുന്നു. വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ എത്തുന്നു. പക്ഷെ അപ്പോഴൊന്നും ഒരു ചർച്ചയ്ക്കോ അതുമായി ബന്ധപ്പെട്ടൊരു അവരുമായി ഒരു രീതിയിലുള്ള ചർച്ച നടത്തി ഇത് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാനോ ഉള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് അന്തിമമായി ഈ പട്ടികയുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇനി ഒരു നടപടി സർക്കാർ സ്വീകരിക്കാൻ പോവുക എന്നുള്ളത് ഉച്ചയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാലും ഇപ്പോഴും സമരം തുടരുകയാണ്. സമരപന്തലിലേക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസം നിരാഹാര സമരം നടത്തി പ്രതീകാത്മകമായി അവർ മരണത്തിന് കീഴടങ്ങുന്ന രീതിയിലുള്ള സമരങ്ങൾ നടത്തി മുട്ടിലെഴിഞ്ഞു. ഇന്നും ഈ ഒരു 15ാം ദിവസവും അവർ സമരത്തിന്റെ വിവിധ മുറകൾ പുറത്തെടുക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സമരത്തിന്റെ ഒപ്പം ഉള്ള ആദ്യം മുതലുള്ള ഉദ്യോഗാർത്ഥികളടക്കം ചേരുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിങ്ങൾ കാണുന്നത്? 15ാം ദിവസമാണ് നിർണായക മന്ത്രിസഭാ യോഗം നടക്കാൻ 2 ദിവസത്തിനുള്ളിൽ ലിസ്റ്റിന്റെ കാലാവധി.
ഇത് കേവലം ഒരു മന്ത്രിസഭാ യോഗം മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ തീരുമാനം എടുക്കുന്ന ഒരു ദിവസമാണ്. വളരെയേറെ പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. തീർച്ചയായും ഗവൺമെൻറ് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി തരുവാനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രതികൂലമായാൽ എന്നൊരു ചിന്ത ഞങ്ങൾക്കില്ല. എന്ത് ചെയ്യണം ആ ഒരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിലില്ല. ഞങ്ങൾ ഗവൺമെൻറ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞങ്ങളിവിടെ കിടക്കുന്നതും കഷ്ടപ്പെടുന്നതും ഞങ്ങൾ ഇതിവിടം വരെ എത്താൻ അനുഭവിച്ച എല്ലാ സഹനങ്ങളും അവർക്കറിയാം. തീർച്ചയായും പെൺകുട്ടികളോടും സ്ത്രീകളോടും വളരെയേറെ അനുഭാവം പുലർത്തുന്ന ഗവൺമെൻറ്റാണ്. അവർ ഞങ്ങളുടെ വേദന തിരിച്ചറിയും. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് എന്തായാലും സ്വീകരിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇപ്പോൾ 15ാം ദിവസമാണ്. ഇന്ന് എന്താണ് നിങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള സമരമുറകൾ നിങ്ങൾ കാണിച്ചു, ഒരു രീതിയിലുള്ള ചർച്ചയ്ക്ക് തയ്യാറായില്ല. അപ്പോൾ പ്രതീക്ഷ ഈ മണിക്കൂറിൽ കൈവിടുന്നില്ലല്ലേ? പ്രതീക്ഷ ആണ് ഞങ്ങളിവിടെ നിലനിർത്തുന്നത്. നമ്മൾ ആ പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും തളർന്നു പോയി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ ഗവൺമെൻറ് എന്ന ആ ഒരു വിശ്വാസം ഞങ്ങളെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രം ഞങ്ങളിവിടെ നിൽക്കുന്നത്. 15ാം ദിവസമായി ഞങ്ങൾക്ക് 19 വരെ സമയമുണ്ടല്ലോ. ഇന്ന് ലാസ്റ്റ് ക്യാബിനറ്റാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും 19-ാം തീയതി കലണ്ടർ വൈസ് 19 വരെ ഉണ്ടെങ്കിലും ഒരു തീരുമാനമെടുത്ത് ഗവൺമെൻറ് ഞങ്ങളെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു തരാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം മതി. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേ പോസിറ്റീവ്, ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഞങ്ങളിപ്പോഴും നിൽക്കുന്നത്. അവർ സൂചിപ്പിച്ചതുപോലെ അവരൊരു പോസിറ്റീവ് മൈൻഡിലാണ് ഈ മണിക്കൂറിലും തുടരുന്നത്. 16-ാം തീയതിയാണ്, 2 ദിവസം മാത്രമാണ് ഉള്ളത്. 19-ാം തീയതി ലിസ്റ്റിന്റെ കാലാവധി കഴിയും. നിർണായക ക്യാബിനറ്റ് യോഗമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരാൻ പോകുന്നത്. നമ്മൾ കണ്ടു, തൊട്ടപ്പുറത്ത് ആശാവർക്കർമാരുടെ സമരം തുടരുന്നു, ഇവിടെ CPM-മാരുടെ സമരം തുടരുന്നു. ഈ ഒരു സമര പന്തലിലേക്ക് ഒരു സർക്കാർ പ്രതിനിധി എത്താനോ അല്ലെങ്കിൽ ഒരു മന്ത്രി എത്താനോ അവരുമായി ചർച്ച നടത്താനോ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനോ സർക്കാർ തലത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളെപ്പോഴും കാണാറുണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ജീവിതം തുടരാൻ അല്ലെങ്കിൽ ജീവിത മാർഗം കെട്ടിപ്പടുക്കാനുള്ള സമരമാണ്. അവസാന പിടിവള്ളി എന്നോണമാണ് അവരിന്ന് ഈ സമരം നടത്തുന്നത്. എന്തായാലും സമരം, നിരാഹാര സമരം ഇന്ന് 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും രാവിലെ 10 മണിക്ക് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഈ ഓരോ ഉദ്യോഗാർത്ഥികളും സമരപ്പന്തലിൽ തുടരുന്നത്. ശരി ശാലിനി. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം തുടരുന്ന വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 2 പ്രവൃത്തി ദിനം മാത്രമാണ് നിലനിൽക്കുന്നത്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാകുകയാണ്. പല രീതിയിലുള്ള സമരമാർഗങ്ങളും അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. മുട്ടിലിഴഞ്ഞും ഉപ്പുകല്ലിൽ നിന്നും അവരുടെ ജീവരക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതിയും ഒക്കെ അവർ അവരുടെ പ്രതിഷേധം സൂചിപ്പിച്ചതാണ്. പക്ഷേ എന്തായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുക്കുന്ന തീരുമാനം എന്നുള്ളത് അതിനുശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവരൊരു പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. തങ്ങളുടെ ജീവിതമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുന്നത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. S. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി, വകുപ്പ് സെക്രട്ടറിമാർക്കും മാറ്റം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അധിക ചുമതല ഹരിത V. കുമാർ IASന് നൽകി. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ സെക്രട്ടറിയായി ശ്രീറാം സാംബശിവ റാവു IASനെ നിയമിച്ചു. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, IAS തലപ്പത്ത് ഏത് രീതിയിലുള്ള അഴിച്ചുപണിയാണ് നിലവിൽ നടന്നിരിക്കുന്നത്? എങ്ങനെയാണ് സ്ഥാനചലനങ്ങൾ? രോഹിണി, 12 IAS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ നിലവിൽ ഒരു സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ തർക്കങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ചില വകുപ്പ് സെക്രട്ടറിമാർക്കുള്ള മാറ്റം ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം ചേർത്തു പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും പുതിയ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാവുക. വേണുവിന് ശേഷം ഈ ശാരദാ മുരളീധരൻ IAS ആയിരുന്നു കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി. അതിനുശേഷം ആരായിരിക്കും ചീഫ് സെക്രട്ടറി എന്നുള്ള കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചില വകുപ്പ് സെക്രട്ടറിമാരുടെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ശാർമള മേരി ജോസഫാണ്. നിലവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും വനിതാ ശിശുക്ഷേമ വകുപ്പിലേക്കാണ് അഡീഷണൽ ചാർജായി ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും കൂടി ചുമതലയാണ് ശാർമള മേരി ജോസഫിന് നൽകിയിരിക്കുന്നത്. S. ഹരിശങ്കർ IAS
കേരള കേഡറാണ്. 2008 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് PRDയുടെ സെക്രട്ടറിയായി ജോലി നോക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെയും സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിന്റെയും ചാർജാണ് നിലവിൽ ഹരികിഷോർ IASന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മൂന്നാമത്തെ ആൾ കേശവേന്ദ്രകുമാർ IAS ആണ്. കേരള കേഡർ തന്നെയാണ്. 2008 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ്. അവിടെ നിന്നും ഇപ്പോൾ പുതിയ പോസ്റ്റിംഗ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കാണ്. അതോടൊപ്പം തന്നെ മെറിൻ മുഹമ്മദ് അലി IAS കേരള കേഡറാണ്. 2001 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ഡയറക്ടറാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിരുന്നു. അവിടെ നിന്നും കേരള മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് MD ആയിട്ടാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡീഷണൽ ചാർജായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയിട്ടുണ്ട്. അനുപമ IASനും അഡീഷണൽ ചുമതലയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീറാം സാംബശിവ റാവു പ്രിൻസിപ്പൽ ഡയറക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കാണ് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. ഹരിത വി കുമാർ IASന് വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും, ശ്രീറാം വി IASന് ഡയറക്ടർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുമാണ് മാനേജിംഗ് ഡയറക്ടറേറ്റുമായിട്ടാണ് ഇപ്പോൾ ചലനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 12ഓളം വരുന്ന IAS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തലപ്പത്ത് ഒരു അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമുക്ക് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ N പ്രശാന്തന്റെ ഹിയറിംഗ് അടക്കം ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലകളിൽ നിന്നും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും അതുപോലെ തന്നെ ഡയറക്ടർമാരെയും ഒക്കെ തന്നെ മാറ്റിയിരിക്കുന്നത്. രോഹിണി. ശരി, അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ രാപ്പകൽ സമരം തുടരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് സമരം പിൻവലിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിനിടെ ആശമാർക്ക് തുക നീക്കിവെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ സമരവേദിയിൽ വിളിച്ച് ഏപ്രിൽ 21 ആദരിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. S. ശാലിനി ചേരുന്നു. ശാലിനി, ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ രാപ്പകലില്ലാതെ തുടരുകയാണ്. പ്രത്യേകിച്ച് തീരുമാനമൊന്നും സർക്കാർ സ്വീകരിക്കുന്നില്ല. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് സമരം പിൻവലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ സർക്കാർ വച്ചു പുലർത്തുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ആശമാർ കാണുന്നത്? വിവരങ്ങൾ. രോഹിണി, ഇന്ന് 28ാം ദിവസത്തിലേക്ക് ഈ ഒരു സഹന സമരം തുടരുകയാണ്. പ്രതീക്ഷ ഈ മണിക്കൂറിലും ഈ ദിവസവും കൈവിട്ടിട്ടില്ല ആശമാർ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില അമ്മമാർ ഇവിടെ നിരാഹാര സമരം കിടക്കുകയാണ്. ആ നിരാഹാര സമരം തുടങ്ങിയിട്ട് 28 ദിവസങ്ങൾ പിന്നിട്ടു. ഈ സമരം തുടങ്ങിയിട്ട് 66 ദിവസങ്ങൾ പിന്നിടുകയാണ്. യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ സർക്കാർ ഈ മണിക്കൂറിലും തയ്യാറായിട്ടില്ല. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പ്രതീക്ഷ ഇപ്പോൾ ഇവർക്ക് ഉള്ളത്. അത് മുന്നിൽ കണ്ടെങ്കിലും സർക്കാർ പ്രതിനിധികൾ തങ്ങൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കും, തങ്ങളോട് കനിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ആശമാർക്കായി പ്രത്യേക തുക നീക്കിവെച്ചിട്ടുണ്ട്. ആ നീക്കിവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെ ഈ സമരപ്പന്തലിൽ വിളിച്ച് അനുമോദിക്കാൻ, അഭിനന്ദിക്കാനൊക്കെ തയ്യാറെടുക്കുകയാണ് ആശാ വർക്കർമാരുടെ സമരസമിതി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ 66 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സമരത്തോട് എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഏത് തരത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നൊരു അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 3 തവണ ഘട്ടം ഘട്ടമായി ചർച്ച നടത്തി. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി, തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിലൊന്നും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ഘട്ടത്തിലാണ് ഈ നിരാഹാര സമരം ഇപ്പോൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ തന്നെ CPOമാരെ സംബന്ധിച്ചിടത്തോളം, വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായതുപോലെ തന്നെ ആശമാരെ സംബന്ധിച്ചും ഇന്നത്തെ ഈ ഒരു ക്യാബിനറ്റ് യോഗം പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ അവർക്ക് തുക വകയിരുത്താനോ ഒക്കെയുള്ള നടപടികൾ ഉണ്ടാകാൻ പ്രതീക്ഷ കൈവച്ച് തന്നെയാണ് അവരും ഇന്നത്തെ ഈ ക്യാബിനറ്റ് യോഗത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും വളരെ ശക്തമായ സമരം ഒരുപക്ഷെ സംസ്ഥാനത്തെ ചരിത്രത്തിലോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റോ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു സമരമുറയാണ് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോൾ ഈ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ 66 ദിവസം ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തെ ഇവരുടെ ഈ ഒരു സമരം ആരംഭിച്ചതിന് ശേഷം നിരവധി ക്യാബിനറ്റ് യോഗങ്ങൾ കടന്നുപോയി. പക്ഷേ ആ യോഗത്തിലൊന്നും തന്നെ കൃത്യമായ
നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്നത്തെ യോഗം ഒന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, രണ്ട് ഈ ഒരു നിർണായക ക്യാബിനറ്റ്, ഇത് രണ്ടും പ്രതീക്ഷ അർപ്പിച്ച് കഴിയുകയാണ് ഈ ഒരു ആശാ വർക്കർമാർ. ജോലിയടക്കം പല സ്ഥലങ്ങളിലും സ്തംഭിച്ചൊരു സാഹചര്യമുണ്ട്. അവരുടെ വിടുതൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഒപ്പം തന്നെ ഓണറേറിയം 21,000 രൂപ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 66 ദിവസമായി ഈ സാധാരണ വനിതകൾ, വീട്ടമ്മമാർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പോരാളികൾ ഈ സമരം തുടരുന്നത്. എന്തായാലും ഈ സമരത്തോട് ഒരു അനുഭാവ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു അനുനയ നീക്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ 66 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ സമരസമിതിക്കുള്ളത്. ശരി ശാലിനി, എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ രാപ്പകൽ സമരം തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:43 അനുഭവപ്പെട്ടത്. ഹിന്ദുഖുഷ് മേഖലയിലാണ് പ്രഭവ കേന്ദ്രം എന്നാണ് റിപ്പോർട്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 75 കിലോമീറ്റർ താഴെയാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഇതിനിടെ പ്രകമ്പനങ്ങൾ ഡൽഹിയിൽ അനുഭവപ്പെട്ടതായും അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായി മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട്. വിഷയത്തിലെ രാഹുൽ പ്രിയങ്ക നിലപാടിൽ കോൺഗ്രസ് ലീഗ് അസ്വാരസ്യം നിലനിൽക്കെയാണ് മുസ്ലിം ലീഗിന്റെ റാലി. നിലവിൽ രാഹുൽ പ്രിയങ്ക എന്നിവർക്കെതിരെ പരസ്യ പ്രതികരണങ്ങളൊന്നും വേണ്ടെന്നാണ് ലീഗിലെ ധാരണ. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, മുസ്ലിം ലീഗിന്റെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ മഹാറാലി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് നടക്കും. നമുക്കറിയാം ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് എന്നുള്ളത്. കോൺഗ്രസ് നിലപാടുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പരസ്യ പ്രതികരണത്തിലേക്ക് നയിക്കുന്നില്ല. അല്ലാതെയാണ് മുസ്ലിം ലീഗിന്റെ ഈ നീക്കം, അല്ലേ? തീർച്ചയായും രോഹിണി, ഈ വഖഫ് ഭേദഗതി വിഷയത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. നമുക്കറിയാം, മുൻപും ഇത്തരത്തിൽ, അതായത് പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത്, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സമയത്ത് ഒക്കെ തന്നെ ഇതെല്ലാം മുസ്ലിം വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. അത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് വന്ന സമയത്തും അതിവിടെ ആവർത്തിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി മാത്രമാണ് ഇന്ന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് 1 ലക്ഷത്തിലധികം, അതായത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അവർ മുസ്ലിം ലീഗ് നേതൃത്വം എടുത്തു പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇന്ന് 2 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കൃത്യമായൊരു നീക്കം നടത്തും. അത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി പ്രകടനമാണ് എന്ന് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ആളുകളെ പങ്കെടുപ്പിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിൽ എല്ലാ സംഘടനകളെയും യോജിപ്പിച്ചുകൊണ്ട് ഈ പൗരത്വ ഭേദഗതി ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കൃത്യമായൊരു ഇത് നടത്തുന്നുണ്ട് എന്ന് ഈ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. പക്ഷെ അതിനു മുൻപേ തന്നെ, ഒരു പടി മുൻപേ തങ്ങൾ, അതായത് മുസ്ലിം ലീഗ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു റാലി സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതായത് ഈ തങ്ങളാണ് ആദ്യം, അല്ലെങ്കിൽ തങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ നീക്കം കൂടിയാണ് ഇന്ന് നടക്കാനിരിക്കുന്ന റാലി എന്നതാണ്. 3 മണിക്കാണ് ഈ റാലി തുടങ്ങുക. മാത്രമല്ല, ഈ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇന്ന് ഇവിടെ നടക്കാനിടയുണ്ട്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, വഖഫ് ഭേദഗതി ബിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രിയങ്ക വദ്രയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും എടുത്ത നിലപാടുകൾ, ആ നിലപാടിനോട് ഈ മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. ഈ ലീഗിനകത്ത് തന്നെ അത് വലിയ അസ്വാരസ്യങ്ങൾക്കും പൊട്ടിത്തെറിയിലേക്കും ഒക്കെ തന്നെ കടന്നിരുന്നു. പക്ഷെ നേതാക്കൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനം ഈ വിഷയത്തിൽ നിലവിൽ പ്രതികരിക്കേണ്ട സാഹചര്യമല്ല എന്ന് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കാതെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് മുന്നേ ഒരു പടി മുൻപിൽ തങ്ങളാണ് എന്ന് തെളിയിക്കാനും മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും കൂടിയാണ് ഇന്ന് ഈ ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റാലി സംഘടിപ്പിക്കുന്നത്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. UDF സർക്കാരിന്റെ കാലത്ത് ലഹരി കേസുകൾ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നതിനുള്ള തെളിവാണ് നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ്. കേസിൽ സർക്കാരിന് വീഴ്ചകൾ സംഭവിച്ചെന്നാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. നടനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പല ലഹരി കേസുകളും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാത്തതുകൊണ്ട് പ്രതികൾ കുറ്റവിമുക്തമാകുന്ന
കാഴ്ച കാണാൻ കഴിയാറുണ്ട്. അത്തരത്തിലൊരു കേസാണ് പ്രതി ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായ കേസ്. അതിൽ UDF സർക്കാരിൻ്റെ കാലത്ത് വളരെ ലാഘവത്തോടെ ഈ കേസുകൾ കൈകാര്യം ചെയ്തതാണ് എന്നുള്ളതും പോലീസിന്റെ നിലപാടിനെ വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണോ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ടോണി, ഷൈൻ ടോം ചാക്കോ അടക്കം 5 പേരുൾപ്പെട്ട ഒരു കേസായിരുന്നു ഇത്. 2015 ജനുവരി 31 പോലീസിൻ്റെ പരിശോധനയിൽ ഇത്തരത്തിൽ 7 ഗ്രാം കൊക്കൈൻ കണ്ടെടുത്തത്. ഈ കൊക്കൈൻ കണ്ടെടുത്ത ഫ്ലാറ്റിൽ അവിടെ ഉണ്ടായിരുന്നവരെ കൃത്യമായി വൈദ്യപരിശോധന നടത്തുന്നതിലും അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്തത് കൊക്കൈനാണെന്ന് സ്ഥിരീകരിക്കുന്നതിലുള്ള ലാബ് പരിശോധന നടത്തുന്നതിലും അടക്കം വലിയ വീഴ്ചകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇത് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു പരിശോധനയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നെങ്കിൽ പോലും അതിൽ നിന്നും കോടതിയിലെ വിചാരണ സമയത്തും മറ്റും അത് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇവിടെ പരിശോധന നടത്തുമ്പോൾ അത്തരം പരിശോധനയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സർച്ച് മെമ്മോ അതിനകത്ത് കൃത്യമായും എന്തൊക്കെ അവിടുന്ന് കണ്ടെടുത്തു, ആരായിരുന്നു അവിടേക്ക് ആദ്യം കടന്നതെന്ന അടക്കമുള്ള കാര്യങ്ങളൊന്നും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ കോടതിയിൽ വിചാരണ സമയത്ത് ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴും ആരാദ്യം ഈ മുറിയിലേക്ക് കടന്നു, അവിടെ ആരൊക്കെയാണ് പരിശോധന നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല എന്നതായിരുന്നു മൊഴി. ഇത്തരത്തിൽ അടിസ്ഥാനപരമായി തന്നെ വലിയ വീഴ്ച, വലിയ ലാഘവം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനെ തലപ്പത്തുള്ളവർ പോലും ചോദ്യം ചെയ്യാതെ കേസിനെ പൂർണ്ണമായും ലാഘവത്തോടെ കണ്ടു എന്ന് കോടതി തന്നെ വിലയിരുത്തുമ്പോൾ അത് ആ സർക്കാരിൻ്റെ സമീപനം കൂടിയാണ് വെളിവാകുന്നത്. ഇതോടൊപ്പം തന്നെ ഇത്തരം പരിശോധന നടത്തുമ്പോൾ ഈ പ്രതികളെ പരിശോധിക്കാൻ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ വേണം. അത് ഡ്യൂട്ടിയിലില്ലാത്ത ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ ആയിരുന്നു നിയോഗിച്ചത് എന്നതും വ്യക്തമാകുന്നു. അത്തരത്തിൽ ഒരു കേസിൽ, ഇത്തരം ഒരു ക്രിമിനൽ കേസിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കാതെ ഇത്രയും വിവാദമായ ഒരു കേസ് പ്രതികൾക്കെല്ലാം തന്നെ കുറ്റവിമുക്തരാകുന്നതിനുള്ള സാഹചര്യം കോടതിയിൽ ഒരുക്കി നൽകിയില്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ കണ്ടെത്തലുകൾ കോടതിയെ സമർപ്പിക്കുന്നതിന്, കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നത് വ്യക്തമാകുമ്പോൾ അത് ആ സർക്കാരിൻ്റെ സമീപനമായും ആ സർക്കാരിൻ്റെ കാലത്തെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടെയാണ് ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിച്ചത് എന്നും വ്യക്തമാവുകയാണ്. ഇത് വലിയ രീതിയിലുള്ള വിവാദത്തിനാണ് ഇപ്പോൾ ഈ കോടതി ഈ കേസ് തള്ളിക്കൊണ്ടുള്ള നടത്തിയ പരാമർശങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത്. അതിൽ അക്കമിട്ടാണ് പോലീസിൻ്റെ ഈ അന്വേഷണത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ നിരത്തിയിട്ടുള്ളതും. അതെല്ലാം തന്നെ 2015 സമയത്ത് കേരളം ഭരിച്ചിരുന്ന ആ സർക്കാർ, UDF സർക്കാരിൻ്റെ കൂടി വീഴ്ചയായാണ് വിലയിരുത്തുന്നതും. രോഹിണി. ശരി, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പെരിയാർ കടുവ സങ്കേതത്തിലെ ഒരു പ്രത്യേക സേനാ വിഭാഗത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാക്കി യൂണിഫോം ഇട്ട വനപാലകരെയും താൽക്കാലിക വാച്ചർമാരെയുമാണ് ഇതുവരെ നമ്മൾ വനം വകുപ്പിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തരാണ് പെരിയാർ കടുവ സങ്കേതത്തിലെ വൈപ്പർ സേനാംഗങ്ങൾ. കാണാം ആ വിശേഷം. കെട്ടിലും മട്ടിലുമെല്ലാം അസൽ കമാൻഡോകൾ, പ്രവർത്തനങ്ങളും ഇതിനോട് കിടപിടിക്കുന്ന തരത്തിൽ. സത്യമംഗലം കാടുകളിൽ വീരപ്പനെ പിടികൂടാൻ നിയോഗിച്ച സംഘത്തിലുള്ളവരെ ഉപയോഗിച്ചാണ് പ്രത്യേക പരിശീലനം നൽകിയത്. കാട്ടുകള്ളന്മാരെ പിടികൂടുമ്പോൾ വിലങ്ങുകളില്ലെങ്കിലും കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ബന്ദിയാക്കി കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും. ഒപ്പമുള്ളവർക്കോ വന്യമൃഗങ്ങൾക്കോ ആപത്തുണ്ടായാൽ താൽക്കാലിക സ്ട്രക്ചർ ഉണ്ടാക്കി വാഹനത്തിനടുത്ത് എത്തിക്കാനുള്ള പല വിദ്യകളും ഇവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. പേരാണ് ഇപ്പോൾ വൈപ്പർ സേനയിലുള്ളത്. 2017 പെരിയാർ കടുവ സങ്കേതം അധികൃതർ വൈപ്പർ സേനയ്ക്ക് രൂപം നൽകിയത്. 2017 പെരിയാർ ടൈഗർ റിസർവിൽ വൈപ്പർ എന്ന ടീം രൂപീകരിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം പോലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റു പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള ഇഷ്യൂസ് വരുമ്പോഴും ഈ വൈപ്പർ ടീമിന് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഈ ടീമിന്റെ സേവനം നമുക്ക് പരമാവധി ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ പരിശീലനം നമ്മൾ നൽകിയിട്ടുള്ളത്. പുരുഷന്മാർ മാത്രമാണ് ഇതുവരെ വൈപ്പർ സേനയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 5 വനിതാ ഉദ്യോഗസ്ഥർ കൂടി സേനയുടെ ഭാഗമാണ്. 2017 വൈപ്പർ ടീം ഫോം ചെയ്തത്. എന്നാൽ ഞങ്ങൾ വനിതാ സ്റ്റാഫ് ജോയിൻ ചെയ്തത് 1 മാസത്തിന് മുന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പർ ട്രെയിനിങ് ഇതുവരെ ലഭിച്ചിട്ടില്ല.
സത്യമംഗലത്ത് നിന്ന് ഉടനെ തന്നെ ട്രെയിനിങ് ലഭിക്കും. അതിനുശേഷം ഞങ്ങൾ എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസിലും കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ലാസ്റ്റ് ഗ്രാമ്പി ടൈഗർ ഓപ്പറേഷനിൽ കൂടെ ഉണ്ടായിരുന്നു. ഇനി പ്രോപ്പർ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം എല്ലാ ഓപ്പറേഷൻസിലും ഈ ടീമിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാവും. വണ്ടിപ്പെരിയാറിന്റെ സമീപത്തെ അരക്കല്ലിൽ കടുവയെ പിടികൂടുന്ന ദൗത്യത്തിൽ ജീവൻ പണയം വെച്ചാണ് ഈ സേനാ അംഗങ്ങൾ പ്രവർത്തിച്ചത്. ചിട്ടയായ പരിശീലനവും മാസത്തിൽ ഒരു തവണ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സേനയുടെ പ്രവർത്തനം വിലയിരുത്തും. സംസ്ഥാനത്താകമാനം സേനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണിവർ. ജനം, ഇടുക്കി. കോട്ടയം കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടമുണ്ടായത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ പരിശോധന നടന്നു വരികയാണ്. ഇപ്പോൾ വാഹനത്തിലാകെ ഉണ്ടായിരുന്നത് 33 യാത്രക്കാരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കർണാടക സ്വദേശിയായിട്ടുള്ള തീർത്ഥാടകൻ മാരുതി ഹരിഹരൻ എന്ന് പറയുന്ന ആൾ, 40 വയസ്സാണ് അദ്ദേഹമാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. 20 പേർ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആകെ 33 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എന്ന വിവരം ലഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ കണമല വളവ് എന്ന് പറയുന്നത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്, ഒരു അപകട മേഖലയാണ്. എല്ലാ ശബരിമല സീസണുകളിലെല്ലാം തന്നെ നിരന്തരം അപകടം ഉണ്ടാവുകയും അവിടെ പ്രത്യേക പോലീസ് പട്രോളിങ്ങും അതുപോലെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ ഒരു അപകട മേഖലയായതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു അപകടമായിരിക്കാം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഡ്രൈവർ ഇറങ്ങിപ്പോകുന്നതോ മറ്റോ ആണോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ബസ് ഈ അപകടത്തിൽ ബസ് മറിയുകയാണ് ഉണ്ടായത്. ഈ ബസ് ഉയർത്താനും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി. കോട്ടയം കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം UDFന് കീറാമുട്ടിയാകുന്നു. ഗ്രൂപ്പ് പോര് തന്നെയാണ് മുന്നണിക്ക് തലവേദനയാകുന്നത്. മണ്ഡലതല യോഗങ്ങളിലും ജില്ലാ കൺവെൻഷനിലും ഒന്നും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ധാരണയാകാത്തതും വെല്ലുവിളി ഉയർത്തുന്നു. നിലമ്പൂരിൽ ഏതു സമയത്തും ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കാവുന്ന സാഹചര്യം. സ്ഥാനാർത്ഥി നിർണയമടക്കം താഴെത്തട്ടിൽ മുന്നണികൾ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 തവണയായി PV അൻവറിലൂടെ LDF മുന്നണിക്കായിരുന്നു ഭരണം. എന്നാൽ അൻവർ ഇടതുമുന്നണി വിട്ട് MLA സ്ഥാനം രാജിവെച്ചതോടെ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയായിരുന്നു. ഇത്തവണ അൻവർ UDFനൊപ്പമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ UDFന് അല്പം മേൽക്കൈയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അനുയോജ്യനായ സ്ഥാനാർത്ഥിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം മുന്നണിക്കുണ്ട്. താഴെത്തട്ടു മുതൽ യോഗങ്ങളും ചർച്ചകളും ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് വലിയ വെല്ലുവിളി. മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പിസം ശക്തമായി നിലനിൽക്കുന്നതാണ് കാരണം. ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ VS ജോയിയും പരിഗണനയിൽ ഉണ്ടെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്താനും സാധ്യതയുണ്ട്. കുത്തകയായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിൽ ഉള്ളത്. ആര്യാടൻ ഷൗക്കത്തിനോട് PV അൻവറിന് എതിർപ്പുള്ളതും VS ജോയി മത്സരിച്ചാൽ ഷൗക്കത്ത് പാലം വലിക്കുമെന്നുമുള്ള ആശങ്കയും മുന്നണിക്കുണ്ട്. അതിനാൽ പൊതു സ്വീകാര്യനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനയിലാണ് നേതൃത്വം. മുസ്ലിം ലീഗിന് കൂടി സ്വീകാര്യനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. നാപ്കിനുകൾ ഉൾപ്പെടെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രോജക്റ്റാണ് സർക്കാർ നടപ്പാക്കാൻ തുനിയുന്നത്. ഇതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി. എന്നാൽ വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് നടത്തിയാൽ മണ്ണും ജലവും ഉൾപ്പെടെ മലിനമാകുമെന്നും സാമൂഹിക ആഘാത പഠനം നടത്താതെയുള്ള സർക്കാർ നടപടി ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പരിസ്ഥിതി സ്നേഹികൾ പറയുന്നു. ജനം എക്സ്ക്ലൂസീവ്. പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പുതുശ്ശേരി പഞ്ചായത്തിലെ 33.5 ഏക്കർ ഭൂമിയിലാണ് നാപ്കിനുകളും കോണ്ടവുമൊക്കെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്.
പദ്ധതിക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മാർച്ച് 7 തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇറക്കി. എന്നാൽ ജില്ലയുടെ തന്നെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴ ഡാമിനരികിൽ കൃത്യമായ സാമൂഹിക ആഘാത പഠനം പോലും നടത്താതെ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നതിൽ വലിയ ആശങ്കയിലാണ് പരിസ്ഥിതി സ്നേഹികൾ. കേരളത്തിൻ്റെ വൃന്ദാവനമാണ് മലമ്പുഴ. ആ മലമ്പുഴയെ കേരളത്തിൻ്റെ മാലിന്യപ്പറമ്പാക്കാനുള്ളൊരു നീക്കമാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി സ്വാഭാവികമായിട്ടും നടപ്പിലായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെ എത്തി കുഴിച്ചു മൂടുക എന്നതാണ് ആ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി നടപ്പിലായിട്ടുണ്ടെങ്കിൽ സമീപത്തുള്ള ഡാമിലെ ജലം മലിനീകരിക്കപ്പെടുമോ എന്ന ആശങ്ക വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ ഇത് വന്യമൃഗങ്ങളെയും ബാധിക്കും എന്നൊരാശങ്കയും പൊതുസമൂഹത്തിനിടയിലുണ്ട്. എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് അതത് വകുപ്പുകൾ കൃത്യമായ പഠനം നടത്തി അത് പഠനം നടത്തുന്നതിനോ നാളിതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ പദ്ധതിയുടെ ഭാഗമായി എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട്. മാത്രമല്ല പദ്ധതിയുടെ മിക്ക വിവരങ്ങളും മറച്ചുവെച്ചിരിക്കുകയാണെന്നും ആക്ഷേപം ഉണ്ട്. സംസ്ഥാനത്തെ ഏക മെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഇമേജിന് തൊട്ടടുത്താണ് പുതിയ പദ്ധതി വരുന്നത്. മലമ്പുഴ ഡാമിന് സമീപം മെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൽ തന്നെ വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കെയാണ് മറ്റൊരു പദ്ധതി കൂടി കൊണ്ടുവരുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്നാണല്ലോ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനോടകം തന്നെ നിരവധി വിമർശനങ്ങളും ഇതിനെതിരായി ഉയരുന്നുണ്ട്. എന്താണ് അതിനുള്ള കാരണങ്ങൾ? ഈ ഒരു പദ്ധതി പൂർത്തിയായാൽ നിരവധി പ്രശ്നങ്ങൾ അവിടുത്തെ സാഹചര്യത്തെ സൃഷ്ടിക്കും എന്നുള്ളത്, അതായത് നമുക്കറിയാം മണ്ണും ജലവും ഒക്കെ വലിയ രീതിയിൽ മലിനമാകും എന്നുള്ളതും സാമൂഹിക ആഘാത പഠനം നടത്താതെയാണ് സർക്കാർ ഈ ഒരു നടപടിയിലേക്ക് കടക്കുന്നതും എന്നുമുള്ള വിമർശനങ്ങളാണല്ലോ ഉയരുന്നത്. എങ്ങനെ നമുക്ക് വിലയിരുത്താം? തീർച്ചയായിട്ടും പാലക്കാട് ഈ മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെ ഇത്തരം ഒരു പദ്ധതി വരുന്നു എന്നുള്ളതാണ് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. 33.5 ഏക്കർ ഭൂമിയിലാണ് ഈ നാപ്കിനുകളും കോണ്ടവും ഒക്കെ സംസ്കരിക്കുന്ന വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികളും മറ്റുമൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മാർച്ച് 7 തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പദ്ധതി എന്ന് പറയുന്നത്, അതായത് ഒരു കുഴി ആദ്യം കുഴിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും അടിയിൽ കളിമണ്ണ് ഫില്ല് ചെയ്യുന്നു. ആ കളിമണ്ണിന് മുകളിലായിട്ടാണ് ഇത്തരത്തിലുള്ള നാപ്കിൻ വേസ്റ്റുകളും മറ്റും കൊണ്ടുപോയി അവിടെ ഡംപ് ചെയ്യുക. അതിനുശേഷം ഇത് കംപ്രസ് ചെയ്യുകയും ഇതിൽ നിന്നുള്ള വിഷമയമായ ദ്രാവകം അത് പുറത്തേക്ക് പമ്പ് ചെയ്യുകയും ആ വിഷവാതകങ്ങൾ അതിൽ നിന്ന് പുറത്ത് എത്തുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. ഈ ഇമേജ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏക മെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രം, ഇത് സ്ഥിതി ചെയ്യുന്ന ആ മലമ്പുഴ ഭാഗത്ത് പുതുശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട ഭൂമിയുണ്ട്. ആ ഭൂമിയുടെ തൊട്ടരികിലായിട്ടാണ് ഈ പുതിയ പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി പ്രദേശത്തിന് ചുറ്റും വനമേഖലയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, തൊട്ടടുത്ത് തന്നെ മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പദ്ധതി വരുമ്പോൾ അത് ആ പ്രദേശത്തെ ഇത്തരത്തിൽ വനഭൂമിയാണെങ്കിലും അതല്ലെങ്കിൽ മലമ്പുഴ ഡാമിലെ ആണെങ്കിലും ഒക്കെ മലിനീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിൽ സാമൂഹിക ആഘാത പഠനം ഉൾപ്പെടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പരിസ്ഥിതി സ്നേഹികൾ പറയുന്നത്. ഇത്തരമൊരു പ്രദേശത്ത് നേരത്തെ തന്നെ ഇമേജ് പോലുള്ള മെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രം ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ വലിയ ആശങ്കയും ആക്ഷേപവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പഞ്ചായത്തിന്റെ അനുമതി പോലും ഇല്ലാതെയാണ് ഇമേജ് എന്ന സ്ഥാപനം അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഒരിക്കൽ ആ ഇമേജിന് തീ പിടിക്കുക, അവിടുത്തെ മാലിന്യങ്ങൾക്ക് തീ പിടിക്കുന്ന ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ട് മറ്റൊരു മാലിന്യ സംസ്കരണ പദ്ധതി കൂടെ വരുമ്പോൾ അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിലാണ് ഈ പരിസ്ഥിതി സ്നേഹികളും മറ്റുമൊക്കെ ഉള്ളത്.
നമുക്കറിയാം പാലക്കാട് തന്നെ എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണശാല, ജലം ഊറ്റിക്കുടിക്കുന്ന മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ എലപ്പുള്ളിക്ക് ഏതാനും കിലോമീറ്ററുകൾ ഇപ്പുറത്താണ് ഇത്തരം ഒരു വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്ടുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ പരിസ്ഥിതിയെ വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന, പരിസ്ഥിതിക്ക് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യവും പരിസ്ഥിതി സ്നേഹികളും മറ്റും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളോ മറ്റോ ഒന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം സർക്കാർ ഇത്തരം ഈ പദ്ധതിയുമായിട്ട് വളരെ അതീവ രഹസ്യമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത് സംബന്ധിച്ച രേഖകളോ മറ്റോ ഒന്നും തന്നെ വിവരാവകാശ ചോദ്യങ്ങളും മറ്റും ചോദിക്കുമ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് പൊതുവെ ആരും ഇത് എവിടെയാണ് വരുന്നത് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ എവിടെയാണ് ഈ പദ്ധതി വരുന്നത്, എന്താണ് പദ്ധതി എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മളിപ്പോൾ ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ പദ്ധതി അത് ജനങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും എന്നുള്ള ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലമ്പുഴ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാമിൽ നിന്നുള്ള ജലമാണ് പാലക്കാട് നഗരത്തിലും അതുകൂടാതെ നിരവധി പഞ്ചായത്തുകളിലും ആളുകൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ മലമ്പുഴ ഡാമിലെ ജലമാണ് എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ പാലക്കാട് ജില്ലയുടെ വലിയ ഒരു ഏകദേശം ഒരു പകുതിയിലേറെ പ്രദേശങ്ങളിലും കൃഷിക്ക് ഈ വെള്ളമാണ് കനാൽ വഴി പമ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ മലമ്പുഴ ഡാമിനെ ആശ്രയിച്ചാണ് പാലക്കാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കഴിയുന്നത് എന്നിരിക്കെയാണ് ആ ഡാമിനോട് ചേർന്നുള്ള ഭൂമിയിൽ ഇത്തരം ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നത്. ആ പ്രൊജക്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന മേഖലയാണ്. ആ മേഖലയിൽ ഇങ്ങനെ ഒരു പദ്ധതി വന്ന് എങ്ങനെയെങ്കിലും അവിടെ ഈ മഴ കനക്കുമ്പോൾ ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടായാൽ ഈ പറയുന്ന ഭൂമിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യവും മറ്റും ഒക്കെ ഒലിച്ചുകൊണ്ട് മലമ്പുഴ ഡാമിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മലമ്പുഴ ഡാമിലെ വെള്ളം മുഴുവൻ വിഷലിപ്തമായി മാറുകയും ആ വെള്ളം പിന്നീട് ആർക്കും കുടിക്കാനും മറ്റും ഒന്നും കഴിയാത്ത തരത്തിലേക്ക് പോകും എന്നുള്ളതാണ്. ഏതായാലും വലിയ ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. പരാതികൾ ശക്തമാകുന്നതിനിടെ കണ്ണൂർ പിണറായിയിൽ ദേവസ്വം ഭൂമി കയ്യേറിയുള്ള റെസ്റ്റ് ഹൗസ് നിർമ്മാണം പുനരാരംഭിച്ചു. ക്ഷേത്രം ഊരാളാൻ കളക്ടർക്കും പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടക്കം പരാതി നൽകി കാത്തിരിക്കുന്നതിനിടെയാണ് റെസ്റ്റ് ഹൗസ് നിർമ്മാണം പുനരാരംഭിച്ചത്. അതേസമയം പരാതിയിൽ തീരുമാനമുണ്ടാകും വരെ റെസ്റ്റ് ഹൗസ് നിർമ്മാണം നിർത്തിവെക്കുമെന്നാണ് കേളാലൂർ മഹാവിഷ്ണു ഗണപതി ക്ഷേത്രത്തിന്റെ ഊരാളനായ അടിമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ ആവശ്യം. പരാതികൾ ഉയർന്നതിന് പിന്നാലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേളാലൂർ മഹാവിഷ്ണു ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയിലെ റെസ്റ്റ് ഹൗസ് നിർമ്മാണം നിർത്തിവെച്ചത്. പരാതി ഇപ്പോൾ കളക്ടറുടെ ഉൾപ്പെടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് തിടുക്കപ്പെട്ട് റെസ്റ്റ് ഹൗസിന്റെ നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമിയിലെ നിർമ്മാണം അംഗീകരിക്കാനാകില്ലെന്നും പരാതികളിൽ തീരുമാനമാകുന്നതിന് മുൻപ് നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കുമെന്നും ക്ഷേത്ര ഊരാളൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇപ്പം അവർ വിഷു കഴിഞ്ഞതിന് ശേഷം ഇന്ന് പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിന് ഇനിയിപ്പോൾ കലക്ടർക്ക് കൊടുക്കും പരാതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കലക്ടർക്കും കൊടുത്തിട്ടും നടപടിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കോടതി തന്നെ പോകും. പാതിരിയാട് വില്ലേജിലെ 151 നമ്പർ ബ്ലോക്കിൽപ്പെട്ട 104 സർവേ നമ്പറിൽ 19 ഏക്കറോളം ഭൂമി കേളാലൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് റെസ്റ്റ് ഹൗസ് നിർമ്മാണം എന്നാണ് ദേവസ്വത്തിന്റെ പരാതി. ഊരാളന്മാരെ അറിയിക്കാതെ സ്ഥലം പുറമ്പോക്കായി പ്രഖ്യാപിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം പണിയുന്നത് എന്നും പരാതിയിൽ പറയുന്നു. ജനം, കണ്ണൂർ. ശബരിമല ദേവസ്വം ഭണ്ഡാരത്തിലെ കറൻസി നോട്ടുകൾ സൂക്ഷിക്കുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് പരാതി. ഇത് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സംഘ് ബോർഡ് പ്രസിഡന്റിന് പരാതി നൽകി. കറൻസി നോട്ടുകൾ മാലിന്യത്തോടൊപ്പം കെട്ടിക്കിടന്ന് നശിച്ചു എന്ന് പരാതി നൽകിയിട്ടും ദേവസ്വം ബോർഡ് നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപം. ശബരിമല ദേവസ്വം ഭണ്ഡാരത്തിലെ ലക്ഷക്കണക്കിന് രൂപയുടെ കറൻസി നോട്ടുകൾ മാലിന്യത്തോടൊപ്പം കെട്ടിക്കിടന്ന് നശിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് സംഘ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദിന് പരാതി നൽകിയത്. എണ്ണിത്തിട്ടപ്പെടുത്താത്ത നോട്ടുകൾ 200-ൽ പരം കൂടകളിലാക്കി ഭണ്ഡാരത്തിൽ തള്ളിയ നിലയിലാണ് കാണപ്പെട്ടതെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മകരവിളക്ക് കഴിഞ്ഞ് ലഭിച്ച നോട്ടുകളും നാണയങ്ങളും ഭക്തർ സമർപ്പിച്ച പൂജാദ്രവ്യങ്ങളും മാലിന്യത്തോടൊപ്പം കണ്ടെത്തിയതിൽ മകരവിളക്ക് കാലം മുതൽ മേടമാസം വരെ ഭണ്ഡാരത്തിന്റെ ചുമതല വഹിച്ച സ്പെഷ്യൽ ഓഫീസർമാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഒരാഴ്ച മുൻപ് പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ലെന്നും
നടത്തിയെന്നും ആക്ഷേപമുണ്ട്. ദേവസ്വം വിജിലൻസിന് പരാതി കൈമാറി അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശിക്കാത്തതിനെതിരെയാണ് ആക്ഷേപമുയരുന്നത്. ഗുരുതര അനാസ്ഥയ്ക്ക് വഴിവെച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടിയാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് സംഘ് ആവശ്യപ്പെടുന്നത്. ജനം, പത്തനംതിട്ട. മുനമ്പത്തുകാർക്ക് പുത്തൻ ഉണർവേകി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം. 3 ആഴ്ചയ്ക്കുള്ളിൽ ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മുനമ്പം ജനതയ്ക്ക് കഴിഞ്ഞ ദിവസം ആശ്വാസത്തിന്റെ ദിനമായിരുന്നു. കിരൺ റിജിജുവിന്റെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവർ വലിയ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നു. എന്തായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചട്ടരൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുനമ്പത്തുകാർ എങ്ങനെയാണ് ഇതിനെല്ലാം നോക്കിക്കാണുന്നത്? വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മന്ത്രി കിരൺ റിജിജുവിന്റെ ഒരു ഉറപ്പിനെ അവർ നോക്കിക്കാണുന്നത്. അതായത് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചട്ടരൂപീകരണം നടത്തും. അതിനുശേഷം ഏത് വിധത്തിലാണ് ഈ മുനമ്പത്തുകാർക്ക് ഈ ഒരു വഖഫ് ഭേദഗതി നിയമം പ്രയോജനപ്പെടുക, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്നുള്ള ഒരു ഉറപ്പാണ് നിലവിൽ മന്ത്രി നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഫാദർ ആന്റണി സേവ്യർ നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും മന്ത്രി പറഞ്ഞിട്ടുള്ളത് മുനമ്പത്തുകാർക്ക് ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അത് നിയമപരമായിട്ടാണെങ്കിലും അല്ലാതെ ആയിട്ടാണെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ ഈ ചട്ടരൂപീകരണത്തിന് ശേഷം വീണ്ടും മുനമ്പത്തേക്ക് താൻ വരുമെന്നും, അത് മാത്രമല്ല ചട്ടം രൂപീകരിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ചില നിർദ്ദേശങ്ങൾ നൽകുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി അല്ലെങ്കിൽ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് ഈ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ നന്ദി മോദി പരിപാടിയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ നിലവിൽ മുനമ്പത്തുകാർക്ക് നൽകിയിട്ടുള്ള, അതായത് അവർ ഈ ഒരു വ്യക്തതക്കുറവ് പറഞ്ഞിരുന്നത് മുൻകാല പ്രാബല്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് വിധത്തിലായിരിക്കും മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ ഒരു പരിഹാരമായിട്ട് വഖഫ് ഭേദഗതി നിയമം മാറുക, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള രേഖാമൂലം ഒരു കത്ത് മുനമ്പത്തെ സമരസമിതി കേന്ദ്രമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ മറുപടി അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് 3 ആഴ്ച സമയം ഈ ചട്ടരൂപീകരണത്തിന് വേണമെന്നും അതിനുശേഷം എല്ലാവിധ നടപടികളിലും എല്ലാ കാര്യമായിട്ടുള്ള സാധ്യതകളും ഒക്കെ തന്നെ മുനമ്പത്തുകാർക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു മുനമ്പത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തെ അത് പുത്തൻ ഉണർവായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം 185-ാം ദിവസത്തിലേക്ക് സമരം കടന്ന ഒരു ദിനത്തിൽ തന്നെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായത്. വളരെ ഹർഷാരവത്തോടു കൂടി തന്നെയും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ അണിയുന്ന തലപ്പാവ് അല്ലെങ്കിൽ ആ തൊപ്പി അണിയിച്ചുമാണ് മുനമ്പത്ത് തീരദേശ ജനത കേന്ദ്രമന്ത്രിയെ വരവേറ്റത്. ഒപ്പം തന്നെ അവരുടെ ആശങ്കകൾ അതിൽ വ്യക്തത വരുത്താനായിട്ട് കേന്ദ്രമന്ത്രിക്കും സാധിച്ചു. വരും ദിവസങ്ങളിൽ ഈ ചട്ട രൂപീകരണത്തിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി രേഷ്മ, എന്തായാലും മുനമ്പത്തുകാർക്ക് വലിയ ആവേശവും പുത്തൻ ഉണർവും തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം കൊണ്ട് ഉണ്ടായത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.